Just to give an introduction, there is a difference between www and internet. www is the place where all the information is documented, and internet is the networking infrastructure which help all of us to access that information from the World Wide Web. And actually, the size of the World Wide Web is increasing each and every day. That means it's a growing organism, and we use certain tools to access this information from World Wide Web. Jasim sir, slide okay alle? Okay ആണ്. Okay. Then first theme idana, how to find a topic. ആൻഡ് ഒരുപാട് നിങ്ങൾ സെഷൻസ് ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വേറെ ആൾക്കാർ പറയണമെന്നില്ല. ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് ഞാൻ പറയണമെന്നും സാധ്യതയില്ല. ബട്ട് എന്റെ മെത്തഡോളജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ റെഫർ ചെയ്ത സോഴ്സിൽ നിന്നൊക്കെ കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ഹൗ ടു ഫൈൻഡ് എ ടോപ്പിക്. യു ക്യാൻ ചൂസ് യുവർ ഓൺ ടോപ്പിക്, അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് എക്സ്പേർട്സ്, അല്ലെങ്കിൽ ഡു എ വെബ് സെർച്ച്. ഏത് വഴിക്കും നിങ്ങൾക്ക് ടോപ്പിക് കണ്ടെത്താൻ സാധിക്കും. അതിൽ ചൂസ് യുവർ ഓൺ. അതാണ് അത് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് പുതിയ പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്താൻ സാധിക്കും. യു ക്യാൻ ഫൈൻഡ് ന്യൂ ടോപ്പിക്സ്. എന്താണ്, നിങ്ങളുടെ കരിയറിലെ മുഴുവൻ പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് തന്നെ പ്രാപ്തരാകും. 2, ആസ്ക് എക്സ്പേർട്സ്. എക്സ്പേർട്സ് മീൻസ് ടെക്നോളജിക്കൽ ഗേറ്റ് കീപ്പേഴ്സ്. ഏതെങ്കിലും സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ കറന്റ്ലി റെലവെന്റ് ആയിട്ടുള്ള റിസർച്ച് ടോപ്പിക്സ് അവർ പെട്ടെന്ന് പറഞ്ഞു തരും. അതൊരു വഴിയാണ്. ദെൻ ഡു എ വെബ് സെർച്ച്. വെബ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് സബ്ജക്റ്റിന്റെയും കറന്റ്ലി ഓൺഗോയിങ് റിസർച്ച് ട്രെൻഡ്സ് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഞാൻ അങ്ങനെ നിങ്ങൾ ചൂസ് യുവർ ഓൺ. നിങ്ങൾ സ്വന്തമായിട്ടൊരു ടോപ്പിക്ക് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് ഏത് തരത്തിലുള്ള ടോപ്പിക്കാണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രോയാണ്. യു ഷുഡ് ചൂസ് എ ടോപ്പിക് ദാറ്റ് സ്ട്രോങ്ലി ഇൻട്രസ്റ്റ് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് എന്താണ് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം മാത്രം ചൂസ് ചെയ്യുക. ഇപ്പൊ റിസർച്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ PGക്ക് ഡെസർട്ടേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്ക് മാത്രം കണ്ടെത്താൻ ശ്രമിക്കുക. PG ഡെസർട്ടേഷൻ ചെയ്യുമ്പോൾ കണ്ടെത്തുന്ന ടോപ്പിക്ക് റിസർച്ച് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. PG സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ യു ഷുഡ് സെലക്ട് എ ടോപ്പിക് that strongly interests you. Then you should choose a topic which is a creative one. അതിനൊരു എക്സാമ്പിൾ പറയാം. ഷേക്സ്പിയറിയൻ ഡ്രാമയെ പറ്റി നിങ്ങൾ ഇനി പഠിക്കാൻ പോയാൽ എല്ലാ ആൾക്കാരും ഷേക്സ്പിയറിയൻ ഡ്രാമയെ പറ്റി പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഷേക്സ്പിയറിനെ പറ്റി പഠിക്കുകയാണ്. അതിലൊരു ക്രിയേറ്റീവ്നെസ് ഇല്ല. മറിച്ച് അതെങ്ങനെ ക്രിയേറ്റീവ് ആക്കാമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ ഈ ഷേക്സ്പിയറിന്റെ പല ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികള് മറ്റാരോ എഴുതി കൊടുത്താണ്. സം ഗോസ്റ്റ് റൈറ്റേഴ്സ് എഴുതി കൊടുത്തതെന്നുള്ള ഒരു അലിഗേഷൻ ഉണ്ട്. അപ്പൊ അത് ഗോസ്റ്റ് റൈറ്റേഴ്സ് എഴുതി കൊടുത്തതാണോ ഇല്ലേ എന്നുള്ള പരിശോധിക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? അതൊരു റിസർച്ച് പ്രോബ്ലം ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെ ഒരു ക്രിയേറ്റീവ്നെസ് വരും. ഇതാണ് ഈ ക്രിയേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കൊമേഴ്സ് എനിക്ക് അധികം ബന്ധമില്ല എങ്കിലും പറയുകയാണ്, ഈ കൊമേഴ്സ് ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ സ്ഥിരം കണ്ടിട്ടുള്ള ഒരുപാട് തീസിസ്, അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയോ MCO കാലിക്കട്ടോ എവിടെ നോക്കിയാലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എന്താണ് പ്രൈവറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരേ ടോപ്പിക്ക് തന്നെ പല തവണ പല രീതിക്ക് ചെയ്യുന്ന പല തീസിസുകളും കണ്ടിട്ട് അതിൽ ഒരു ക്രിയേറ്റീവ്നെസ് ഇല്ല. എക്സാമ്പിൾ ശരിയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും പല ആൾക്കാരും ഒരേ ടോപ്പിക്ക് സ്ഥിരമായി ചെയ്യുമ്പോൾ അതിനൊരു ക്രിയേറ്റീവ്നെസ് കാണുന്നില്ല. ദെൻ ദ തേർഡ് വൺ ഈസ് നോട്ട് ടു ബ്രോഡ്. വളരെ വിശാലമായ ഒരു ടോപ്പിക് ഒന്നും സെലക്ട് ചെയ്യാൻ പോകരുത്, പഠിച്ചു തീരില്ല. ഇപ്പൊ എന്റെ റിസർച്ച് ഒക്കെ 6-7 വർഷമൊക്കെ കണ്ടിന്യൂ ആയിട്ട് പോയി. കാര്യം വലിയ ബ്രോഡായിട്ടുള്ള ടോപ്പിക് എടുത്താൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ബ്രോഡായിട്ട് ഒരിക്കലും ടോപ്പിക് എടുക്കരുത്. നാരോ ആയിട്ടുള്ള ടോപ്പിക് കണ്ടെത്തിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിസർച്ച് ക്വറി അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം കണ്ടെത്തലാണ് ഏറ്റവും നല്ലത്. ഈ ബ്രോഡും നാരോയും അറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി, യു ഷുഡ് നോ ദ സബ്ജക്ട് ക്ലാസിഫിക്കേഷൻ. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോർ ഏരിയാസ് ആൻഡ് പിന്നെ അതിന്റെ എന്താണ് അപ്പൻഡേജസ് അല്ലെങ്കിൽ പെരിഫറി ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കലാണ് ഈ ബ്രോഡ് അല്ലാത്ത അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള ടോപ്പിക്ക് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി. ഈ സബ്ജക്ട് ക്ലാസിഫിക്കേഷൻ എവിടെ നിന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. യു ഗോ ടു ദ ലൈബ്രറി, ദെൻ കോണ്ടാക്ട് ദ ലൈബ്രറിയൻ, അല്ലെങ്കിൽ അവിടുത്തെ റെഫറൻസ്
സെക്ഷനിൽ പോയിട്ട് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബുക്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ക്ലാസിഫൈഡ് മാനർ ഇൻ ലൈബ്രറീസ്. നിങ്ങളുടെ കൊമേഴ്സിന്റെ നമ്പർ ഐ തിങ്ക് ഇറ്റ്സ് 380, 380 അങ്ങാണ്ടുണ്ട്. ദെൻ 658 അങ്ങനെ മാനേജ്മെന്റിന്റെ 2 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതൊന്ന് മേടിച്ചിട്ട് അതിന്റെ ഇൻഡെക്സ് ഒന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കൊമേഴ്സ്, ദെൻ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ സബ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണും. എന്താണ് യൂണിവേഴ്സ് ഓഫ് നോളജ് അവിടെ ആ ക്ലാസിഫിക്കേഷൻ സ്കീമിൽ ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്താൽ നിങ്ങളുടെ ടോപ്പിക്കിന്റെ ഏറ്റവും ബ്രോഡായതും നാരോ ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെണ്ണം എടുത്താൽ, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് ഇഷ്ടമുള്ളതെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിന്റെ താഴെ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ട് അത് നോക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതില് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ടോപ്പിക് അതിലൊന്ന് തുടക്കത്തിൽ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പിന്നെ ഫർദർ ആയിട്ട് അത് റിഫൈൻഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അടുത്ത സ്ലൈഡ് രേണു. ദെൻ ഹൗ ടു നാരോ ഡൗൺ ടോപ്പിക് ആദ്യം ഒരു ബ്രോഡ് ടോപ്പിക് കണ്ടെത്തുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, പിന്നെ അത് നാരോ ഡൗൺ ചെയ്യണം. ഹൗ ടു നാരോ ഡൗൺ ടോപ്പിക്, അതിൽ പല വഴികളുണ്ട് കേട്ടോ. ഞാനതൊരു ജസ്റ്റ് ഒരു സമ്മറി മാത്രമേ പറയുന്നുള്ളൂ. യു ക്യാൻ നാരോ ഡൗൺ എ ടോപ്പിക് ബൈ geographical context. Then you can narrow down the topic by inserting a historical context. You can narrow down a topic by inserting a biological context. ഇത് മൂന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അത് എങ്ങനെയാന്നുള്ളത് ലൈവ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഒരു സയൻസിലെ ഒരു എക്സാമ്പിൾ, പിന്നെ നിങ്ങളുടെ കൊമേഴ്സിലെ ഒരു എക്സാമ്പിളും പറയാം. സപ്പോസ് ദ ബ്രോഡ് ഏരിയ ഈസ് എൻവയോൺമെന്റൽ സയൻസസ്. പരിസ്ഥിതി ശാസ്ത്രമാണ് ബ്രോഡ് ടോപ്പിക് എന്ന് കരുതുക. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത അല്ലെങ്കിൽ റിസർച്ചർ ഐഡന്റിഫൈ ചെയ്ത ബ്രോഡ് ഏരിയ ഈസ് എൻവയോൺമെന്റൽ സയൻസ്. പിന്നെ കുറച്ചൊന്ന് നാരോ ചെയ്തതിൽ എൻവയോൺമെന്റൽ സയൻസിലെ ഒരു നാരോ ഏരിയ ആണ് ഡീഫോറസ്റ്റേഷൻ. എന്താണ്? വനനശീകരണം. നെക്സ്റ്റ് സ്ലൈഡ്. ഈ അപ്പോ ബ്രോഡ് ടോപ്പിക് എൻവയോൺമെന്റൽ സയൻസ്, ദെൻ ഡീഫോറസ്റ്റേഷൻ, അതിന്റെ കുറച്ച് നാരോ ഡൗൺ ചെയ്ത ടോപ്പിക്. ഈ നാരോ ഡൗൺ ചെയ്ത ടോപ്പിക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? ഹൂ, വാട്ട്, വെയർ, വെൻ, വൈ, ഹൗ ആൻഡ് വാട്ട് ആഫ്റ്റർ. എന്താണ്? ഹൂ, ആരാണ് ഈ വനനശീകരണം നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് നടത്തുന്നത്? ദെൻ വാട്ട്, എന്താണ് ഈ വനനശീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെയർ, എവിടെയാണ് വനനശീകരണം നടക്കുന്നത്? ആൻഡ് വെൻ deforestation happens, why deforestation happens, how happens, ഈ ഡീഫോറസ്റ്റേഷൻ കാരണമായിട്ട് പിന്നീട് എന്താണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു എന്താണ് ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൂഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആദ്യമേ ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ് ഉണ്ടോ? ഇപ്പോ ഡീഫോറസ്റ്റേഷന്റെ കേസ് പറഞ്ഞപ്പോ ഞാൻ നോക്കിയ ഒന്നാമത്തെ എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഇൻ ഗൊറില്ലാസ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഗൊറില്ലാസിനുണ്ട് ഡീഫോറസ്റ്റേഷൻ കാരണമായിട്ടുണ്ടാകുന്ന എഫക്ട്. അത് കുറച്ച് ബ്രോഡാണ്. ഉണ്ടോ? പുറകിലോട്ട് വന്ന മിസ്സേ. ഓക്കെ, എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഇൻ ഗൊറില്ലാസ് ഇൻ ആഫ്രിക്ക. അതിനെ കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്ത് നോക്കിയേ. കറണ്ട് എഫക്ട്സ്, അവിടെ ഒരു ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എഫക്ട് ഓഫ് ഡീഫോറസ്റ്റേഷൻ. അതാണ് നമ്മുടെ ടോപ്പിക്, റിസർച്ച് പ്രോബ്ലം, ഡീഫോറസ്റ്റേഷന്റെ കറണ്ട് എഫക്ട്സ്. ദെൻ മൗണ്ടൻ ഗൊറില്ലാസ്, അവിടെ ഒരു ബയോളജിക്കൽ കോണ്ടെക്സ്റ്റ് വന്നുണ്ടോ? മലനിരകളിലുള്ള ഗൊറില്ലാസ് ഇൻ സൗത്ത് വെസ്റ്റ് ഉഗാണ്ട. ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലെ ഒരു സൗത്ത് വെസ്റ്റ് റീജിയനിലുള്ള മൗണ്ടൻ ഗൊറില്ലാസിന് ഉണ്ടാകുന്ന കറന്റ് എഫക്ട്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. അപ്പൊ ഒരു ബ്രോഡർ ടോപ്പിക്, അതിൽ പിന്നെ ഒരു ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ദെൻ ബയോളജിക്കൽ കോണ്ടെക്സ്റ്റ് കൊണ്ടുവന്നപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലായി മാറി. ദെൻ അത് നിങ്ങളുടെ കൊമേഴ്സ് സബ്ജക്റ്റിലേക്ക് ഒന്ന് നോക്കിയേ, ഒരു ടൈറ്റിൽ നോക്കിയേ, സ്റ്റഡി ഓഫ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ്. മാർക്കറ്റിംഗ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ആ ടോപ്പിക്. ദെൻ ആരുടെ മാർക്കറ്റിംഗ് പ്രാക്ടീസസ്? ഓഫ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGOs അവിടെ വന്നു ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. ഉണ്ടോ? അപ്പൊ അവിടെ ഒരു ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് വന്നു. ദെൻ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് മാർക്കറ്റിംഗ് പ്രാക്ടീസ് എന്ന തീം വന്നു. നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ ആ NGOs എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക എൻറ്റിറ്റിയും അവിടെ വന്നു. ഇങ്ങനെ ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ്
ടോപ്പിക് കണ്ടെത്തിയിട്ട് നാരോ ഡൗൺ ചെയ്തിട്ട് ടെന്റേറ്റീവ് ടൈറ്റിൽസ് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ. ഈ നിങ്ങളൊരു ടോപ്പിക് കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ള സാധാരണഗതിയിൽ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്താൽ മതി. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കുറെ വേരിയബിൾസ് ഉണ്ടല്ലോ. ആ റിസർച്ച് മെത്തഡോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഡിപ്പെൻഡന്റ് വേരിയബിള്, ഇൻഡിപെൻഡന്റ് വേരിയബിള്, ദെൻ ഇന്റർവീനിങ് വേരിയബിള്, മോഡറേറ്റർ, പിന്നെ കൺട്രോളബിൾ വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ ഒരു കൺസെപ്റ്റ് മാപ്പിൽ എഴുതിയിടാറുണ്ട്. ഇതെല്ലാം അതിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ള ആ ഒരു നിഗമനത്തിൽ അതിനെയാണ് ഈ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസ് കണ്ടെത്താൻ കുറെ സോഫ്റ്റ്വെയർസ് നിങ്ങളെ സഹായിക്കും. ആ സോഫ്റ്റ്വെയർസിൽ 2 എണ്ണമാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഗെയിൽ ടോപ്പിക് ഫൈൻഡർ. യു ക്യാൻ യൂസ് ഗെയിൽ ടോപ്പിക് ഫൈൻഡർ ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് വേരിയബിൾസ് ഓഫ് എ കോർ സബ്ജക്ട്. അപ്പൊ നിങ്ങൾ അവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഗെയിൽ ടോപ്പിക് ഫൈൻഡർ, അതൊരു സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ് ആണ് ഈ ഗെയിൽ ടോപ്പിക് ഫൈൻഡർ എന്ന് പറയുന്നത്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഗെയിൽ ടോപ്പിക് ഫൈൻഡർ എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോസ് ഒന്ന് കാണുക, ഹൗ ടു യൂസ് ഗെയിൽ ടോപ്പിക് ഫൈൻഡർ. അപ്പൊ അതില് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കുക, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഗെയിൽ ടോപ്പിക് ഫൈൻഡർ ആക്സസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടെത്തി അവിടെ പോകലാണ് ബഡിങ് റിസർച്ചേഴ്സിന് നല്ലത്. ഒരു കീവേഡ് കൊടുക്കുമ്പോൾ കീവേഡുമായി ബന്ധപ്പെട്ട എല്ലാ വേരിയബിൾസും അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു അതെല്ലാം അവിടെ ഡിസ്പ്ലേ ആയി വരും. നമുക്ക് ഈ സെഷന്റെ അവസാനം ആൻസർ ദ പബ്ലിക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, അത് പബ്ലിക് ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ നമുക്കൊരു കീവേഡ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ വേരിയബിൾസ് ജനറേറ്റ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ കുറിച്ച് വെക്കുക, പിന്നീട് നോക്കി പഠിക്കുക. ആൻസർ ദ പബ്ലിക്കും ഫ്രീ വെർഷൻ ഉണ്ട്, ദെൻ പെയ്ഡ് വെർഷനും ഉണ്ട്. പെയ്ഡ് വെർഷൻ ആണ് എഫക്റ്റ് കൂടുതൽ, മീൻസ് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുന്നത് ആൻസർ ദ പബ്ലിക്കിൽ നിന്ന്. നെക്സ്റ്റ് വൺ. ദെൻ അല്ലാതെ ടോപ്പിക്കുകൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ 2 റിസോഴ്സസ് ആണ് www.business.com, then www.businessdictionary.com. ഈ business.com നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ കറണ്ട് റിസർച്ച് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ നിലവിൽ റിസർച്ച് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം സമ്മറിയും അതിലേക്കുള്ള പിന്നെ അതിൽ കൂടുതൽ വിശദീകരിച്ച് വായിക്കേണ്ട ലിങ്കുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ദെൻ businessdictionary.com, അവിടെ പോയാൽ ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കേർണൽ ടേംസും അവിടെ ഉണ്ട്, അതിന്റെ വിശദീകരണം ഉണ്ട്. ആ വിശദീകരണം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടേം കളക്ട് ചെയ്താൽ മതി. ആ കളക്ട് ചെയ്യുന്ന ടേം നിങ്ങൾ പിന്നെ കൊണ്ടുവന്നിട്ട് ഗെയിൽ ടോപ്പിക് ഫൈൻഡറിലോ ആൻസർ ദ പബ്ലിക്കിലോ ഇട്ടാൽ നിങ്ങൾക്ക് ആ കോർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാത്ത ആ വേരിയബിൾസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ആ വേരിയബിൾസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ്, ബയോളജിക്കൽ കോണ്ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ടെന്റേറ്റീവ് ടൈറ്റിൽ അല്ലെങ്കിൽ ടെന്റേറ്റീവ് റിസർച്ച് പ്രോബ്ലം ക്വറി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ. ഇങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ ഇതൊക്കെയാണ്. ടോപ്പിക്ക് ഐഡന്റിഫൈ ചെയ്തു, അതിനെ പിന്നെ പല കോണ്ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ട് ഒരു വർക്കിംഗ് ടൈറ്റിൽ ഉണ്ടാക്കി. വർക്കിംഗ് ടൈറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾ വിശദമായി സെർച്ച് ചെയ്യണം. എത്രത്തോളം എക്സോസ്റ്റീവ് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുമോ ആ സെർച്ചിങ് നിങ്ങൾ ചെയ്യണം. ആ സെർച്ചിങ്ങിന് നിങ്ങളെ സഹായിക്കുന്ന ടൂൾസ് ആണ് സെർച്ച് എൻജിൻസ്. നോർമലി കണ്ടുവരുന്നത് അവർ റിസർച്ച് സ്റ്റാർട്ട് വിത്ത് ഗൂഗിൾ ആൻഡ് എൻഡ് വിത്ത് ഗൂഗിൾ. അതാണ് നിലവിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് റിസർച്ച് സ്കോളറിന്റെ അടുത്ത് ചോദിച്ചാലും ഗൂഗിൾ മാത്രമാണ് ആകെ ഉപയോഗിക്കുന്ന ഒരു ടൂള്. എവരി ഇൻഫർമേഷൻ ഫിംഗർ ടിപ്സിലാണെന്നുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ഗൂഗിളിൽ തുടങ്ങുന്നു, ഗൂഗിളിൽ തീരുന്നു. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആക്ച്വലി ഗൂഗിൾ ഇൻഡെക്സസ് ഓൺലി അബൌട്ട് 1/3, around 30% ഓഫ് ദ ടോട്ടൽ ഇൻഫർമേഷൻ ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. ഒരു 30% മാത്രമാണ് ഇൻഫർമേഷൻ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു ആൻഡ് ഐ ആർ മിസ്സിംഗ് ഔട്ട് ദ റിമൈനിങ് 70% ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ കാണാതെ പോവുകയാണ്. മോസ്റ്റ് റെലവെന്റ് ആൻഡ് അതോറിറ്റേറ്റീവ് ഇൻഫർമേഷൻ മറ്റ് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലായിരിക്കും. അപ്പോ യു ആർ മിസ്സിംഗ് ഔട്ട്
ദ റെലവന്റ് ഇൻഫർമേഷൻ, അതിനനുസരിച്ച് നിങ്ങളുടെ പേപ്പേഴ്സിന്റെ അല്ലെങ്കിൽ തീസിസിന്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കും. അപ്പൊ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആക്സസ് ചെയ്ത് വായിച്ചു നോക്കിയെങ്കിലും ചെയ്താൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങളുടെ തീസിസിലോ ഡെസർട്ടേഷനിലോ ഉണ്ടാകത്തുള്ളൂ. ഈ വെബ് സെർച്ചിനെ സഹായിക്കുന്ന ടൂൾസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ജനറൽ സെർച്ച് എഞ്ചിൻസ്, ദെൻ മെറ്റാ സെർച്ച് എഞ്ചിൻ, ദെൻ ഡീപ്പ് വെബ് സെർച്ച് എഞ്ചിൻ. അതിലൊരു ഡാർക്ക് വെബും ടോർ ബ്രൗസർ എന്ന് പറഞ്ഞ സാധനം ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ദെൻ അക്കാഡമിക് സെർച്ച് എഞ്ചിൻസ്, ദെൻ അക്കാഡമിക് ഡാറ്റാബേസസ്. സാധാരണ എല്ലാവരും ജനറൽ സെർച്ച് എഞ്ചിനിലങ്ങ് നോക്കും, പിന്നെ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പോയിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മാത്രം കുറച്ച് ഡാറ്റാബേസസ് സെർച്ച് ചെയ്ത് സെർച്ചിങ് അവസാനിപ്പിക്കലാണ് സാധാരണ കണ്ടുവരുന്നത്. ഇനി മുതലെങ്കിലും അത് മാറണം. അതെന്താ, ഓരോ സെർച്ച് എഞ്ചിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. സെർച്ച് എഞ്ചിൻസ്, ജനറൽ സെർച്ച് എഞ്ചിൻസ് എക്സാമ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കുക. ആദ്യത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗൂഗിൾ, ദെൻ യാഹു, ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ആ മൂന്നാമത്തെ കേട്ടിരിക്കാൻ വഴിയില്ല, വോൾഫ്രാം ആൽഫ. അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കുക, ഒരു കീവേഡ് എടുത്തിട്ട് സെർച്ച് വിത്ത് ഗൂഗിൾ ആൻഡ് സെർച്ച് വിത്ത് വോൾഫ്രാം ആൽഫ, ആൻഡ് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വ്യത്യാസമായി വരുന്നതെന്ന് നോക്കുക. ഇനി വോൾഫ്രാം ആൽഫയിൽ നിങ്ങൾ നോക്കിയാൽ വളരെ ടാബുലർ ഫോമിൽ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് ഒരു പേജിൽ തന്നെ ഇൻഫർമേഷൻ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് കിട്ടും. ഗൂഗിളിലോ യാഹൂലോ നോക്കിയാൽ അത് കിട്ടില്ല. ദെൻ രണ്ടാമത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിൻസ് ആണ്, ആൻഡ് ദാറ്റ് സെർച്ച് എഞ്ചിൻസ് ആർ നോൺ ആസ് മെറ്റാ സെർച്ച് എഞ്ചിൻസ്. സം എക്സാമ്പിൾസ് ആർ ഗിവൻ: ഡോഗ്പൈൽ, ക്ലസ്റ്റി, മെറ്റാക്രോളർ. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നിങ്ങളൊരു കീവേഡ് ഒരു മെറ്റാ സെർച്ച് എഞ്ചിനിൽ കൊടുക്കുമ്പോൾ ഈ മെറ്റാ സെർച്ച് എഞ്ചിന്റെ ക്രോളർ പോയിട്ട് ജനറൽ സെർച്ച് എഞ്ചിനിൽ വരുന്ന ഔട്ട്പുട്ടുകളെ എല്ലാം കളക്ട് ചെയ്ത് അതിനെ ഒന്ന് റീറാങ്ക് ചെയ്ത് അല്ലെങ്കിൽ റെലവൻസി ഒന്ന് മാറ്റി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യും. മോർ എഫിഷ്യന്റ് ആൻഡ് സെൻട്രലൈസ്ഡ് സെർച്ചിങ് ദാൻ ജനറൽ സെർച്ച് എഞ്ചിൻസ് ആണ് ഈ മെറ്റാ സെർച്ച് എഞ്ചിൻസ് ചെയ്യുന്നതെന്ന് പല ആർട്ടിക്കിൾസും വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ യു മേ യൂസ് മെറ്റാ സെർച്ച് എഞ്ചിൻസ് ആൾസോ ഇൻ യുവർ ഫ്യൂച്ചർ സെർച്ച്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡീപ്പ് വെബ് സെർച്ച് എഞ്ചിൻസ്. എന്താണ് ഈ ഡീപ്പ് വെബ് എന്ന് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ഇതാണ്. വി ആർ ആക്സസിങ് അവർ ഇമെയിൽ കണ്ടന്റ് by logging into Gmail by giving the user ID and password. അങ്ങനെയാണല്ലോ നമ്മൾ ഈ യൂസർ ID പാസ്വേഡ് കൊടുത്ത് ആക്സസ് ചെയ്യും. Only you can access the content of your email inbox. Just like the information available in the web which are logged using username and password are residing in deep web. ഇതാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. For accessing deep web നിങ്ങൾക്ക് വേറെ ബ്രൗസറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. And one deep web search engine is known as DuckDuckGo. ആദ്യം കാണുന്നുണ്ടല്ലോ DuckDuckGo. Then IPPY, YIPPY. And the third one is Onion URL repository. അതാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഡാർക്ക് വെബ് മീൻസ് ഡീപ്പ് വെബിലെ തന്നെ ഒരു ഏരിയ ആണ്. ഈ ഡാർക്ക് വെബിലുള്ള വെബ്സൈറ്റുകളുടെ എക്സ്റ്റൻഷൻ എല്ലാം .com, .in, .org ഒന്നും ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി .onion. ഒണിയൻ എന്ന് പറഞ്ഞാൽ ഉള്ളി. .onion എന്നാണ് ആ വെബ്സൈറ്റുകളുടെ എക്സ്റ്റൻഷൻ. ഫോർ ആക്സസിങ് ദോസ് വെബ്സൈറ്റ്സ് നിങ്ങൾ സാധാരണ ബ്രൗസറുകൾ ഉപയോഗിച്ചാൽ പറ്റില്ല. യു ഹാവ് ടു യൂസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രൗസർ നോൺ ആസ് ടോർ ബ്രൗസർ, TOR. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ് ആ ടോർ ബ്രൗസർ. If you use a Tor browser, you can access sites with extension .onion, and those websites are residing in dark web. Deep web in a part ആണ് dark web, and there are so many relevant academic information sources അല്ലെങ്കിൽ information നിങ്ങൾക്ക് dark web ൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. And the fourth type of search engines are known as academic search engines, and some examples are given. One is Google Scholar. എല്ലാവർക്കും അറിയാവുന്നതാണ് Google Scholar. Then മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച്, അതും മിക്കവാറും ആൾക്കാർക്ക് അറിയാം. ആൻഡ് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തൊരു അക്കാഡമിക് സെർച്ച് എഞ്ചിനാണ് synapse.io എന്ന് പറയുന്നത്. synapse.io. And the synapse.io company claims that they are more efficient than Google Scholar. അപ്പൊ നിങ്ങളത് നോക്കുക, synapse.io എടുത്തിട്ട് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഗൂഗിൾ സ്കോളറിനെക്കാളും എന്ത് എഫക്റ്റീവ്നെസ് കൂടുതലാണ് ഈ സൈനാപ്സിനുള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
Next slide, please. And the fifth one is academic. Sound കേൾക്കാമല്ലോ അല്ലേ? Okay. The fifth one is academic databases. We talked about general search engine, meta search engine, deep web search engine, academic search engines, and the fifth one is academic databases. Academic database, it's around 650. എല്ലാ ഡിസിപ്ലിനും കൂടെ ചേർത്തിട്ട് 650ഓളം അക്കാഡമിക് ഡാറ്റാബേസുകളുണ്ട്. അതിൽ നിങ്ങളുടെ സബ്ജക്റ്റിലെ ഡാറ്റാബേസസ് മാത്രം നിങ്ങൾ കണ്ടെത്തിയിട്ട് സെർച്ചിങ് തുടങ്ങിയാൽ മതി. ഇപ്പൊ ഈ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഡാറ്റാബേസുകളുടെ ഒരു ലിസ്റ്റിംഗിന്റെ ലിങ്ക് ആണ് ഈ കിടക്കുന്നത്. റീന മിസ് ഈ ലിങ്ക് ഒന്ന് ആക്സസ് ചെയ്യോ? ക്ലിക്ക് ചെയ്താൽ പോകുന്നില്ല, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്തൊന്ന് ബ്രൗസർ ഇട്ടാം. യെസ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ സ്ലൈഡാ കാണുന്നത്. നേരത്തെ അത് വിസിബിൾ ആയിരുന്നു ആ പേജ്. ആണോ? സ്ലൈഡ് ഒന്ന് മിനിമൈസ് ചെയ്താല്. ഓക്കെ സർ. കാണാൻ പറ്റുന്നുണ്ടോ സർ? യെസ് യെസ്, ഒന്ന് വലുതാക്കുക മിസ്സേ, Ctrl+ കൊടുത്തിട്ട്. യെസ്, ഈ പേജാണ്, ഈ പേജ്. ഓക്കെ, കൊമേഴ്സ് റിസർച്ച് ഗൈഡ് എന്ന് പറയുന്ന ഇതിലേക്ക് നോക്കിയാൽ ഒന്നുകൂടെ ഒന്ന് വലുതാക്കുവോ? ഓക്കെ, അവിടെ റിസോഴ്സസ് ബൈ ടോപ്പിക്, ദെൻ ബിസിനസ് സബ്ജക്ട് ടോപ്പിക്, ദെൻ മേളിലേക്ക് സ്ക്രോൾ ചെയ്യും മിസ്സേ. അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓൺട്രപ്രീനർഷിപ്പ്, ഇൻഡസ്ട്രി റിസർച്ച്, ഇന്റർനാഷണൽ ബിസിനസ്, കൺട്രി റിസർച്ച്, നോളജ് മാനേജ്മെന്റ്, ബിസിനസ് ലോ, എല്ലാം അവിടെ കണ്ടോ? അതിൽ പിന്നെയും താഴേക്ക് വരുമ്പോ ഫൈൻഡ് ബുക്സ്, ജേർണൽസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. താഴേക്ക് വന്നിട്ട് അതിൽ ഏതെങ്കിലും മാർക്കറ്റിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത്, മാർക്കറ്റിംഗിലോ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് മിസ്സേ. ഏറ്റവും മേളില് കുറച്ചുകൂടെ പോയിട്ട് ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും മതി. നോളജ് മാനേജ്മെന്റോ ഇന്റർനാഷണൽ ബിസിനസ്, മാർക്കറ്റിംഗ്. ഓക്കെ ഫൈൻ, ജസ്റ്റ് ക്ലിക്ക് ഇറ്റ്. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയേ. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോ you can see core journals in marketing, then databases ഉണ്ടാവും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഓരോ ടാബ് എടുത്ത് നോക്കുമ്പോൾ കാണും മേജർ ഡാറ്റാബേസസ് ഉണ്ടാവും, കോർ ജേർണൽസ് ഉണ്ടാവും. അത്യാവശ്യം ആ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻ റിസോഴ്സസും നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടും. ഇത് പല യൂണിവേഴ്സിറ്റി ലൈബ്രറീസും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇങ്ങനെയുള്ള ഡാറ്റ അവരുടെ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത് മാത്രമേ ഉള്ളൂ, അക്കാഡമിക് ഡാറ്റാബേസസ് ഇൻ കൊമേഴ്സ്, അല്ലെങ്കിൽ അക്കാഡമിക് ഡാറ്റാബേസസ് ഇൻ മാർക്കറ്റിംഗ്, അക്കാഡമിക് ഡാറ്റാബേസസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇത്തരം റിസോഴ്സസുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അവിടെ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അക്കാഡമിക് ഡാറ്റാബേസുകൾ കണ്ടെത്താൻ പറ്റും. ഈ അക്കാഡമിക് എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ റിസർച്ച് തുടങ്ങുമ്പോൾ ആദ്യം അക്കാഡമിക് ഡാറ്റാബേസിൽ നിന്ന് സെർച്ച് ചെയ്ത് തുടങ്ങലാണ് നല്ലത്. കാര്യം അക്കാഡമിക് ഡാറ്റാബേസ് ആണ് ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ 5 റിസോഴ്സസ്: ജനറൽ സെർച്ച് എഞ്ചിൻ, മെറ്റാ സെർച്ച് എഞ്ചിൻ, ഡീപ്പ് വെബ് സെർച്ച് എഞ്ചിൻ, അക്കാഡമിക് ഡാറ്റാബേസസ്, ദെൻ അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. 5 കാര്യങ്ങൾ. ഇതില് ഗൂഗിൾ സ്കോളർ നമുക്ക് ലാസ്റ്റ് ഡെമോ ചെയ്തൊന്ന് കാണാം. അതിൽ കുറച്ച് അലർട്ട് ക്രിയേഷനും പിന്നെ ഓരോ വർഷങ്ങളിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതൊന്ന് കാണാം.
ഇനി സ്ലൈഡിലേക്ക് തിരിച്ചു പോവാം മിസ്സേ. ഓക്കെ. ഓക്കെ, ഇത് കൊമേഴ്സിന്റെ അക്കാഡമിക് ഡാറ്റാബേസിന്റെ ലിങ്ക് ആണ്. പാർട്ടിസിപ്പൻസിന് ഈ സ്ലൈഡ് അയച്ചു തരാം ലാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാമോ? ദെൻ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെയും അവസാനത്തെ സെഗ്മെന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ടു സെർച്ച്. നോർമലി വി സെർച്ച് യൂസിങ് സിമ്പിൾ കീവേഡ്സ്. ഏതെങ്കിലും ഒരു ടോപ്പിക് കിട്ടുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, വി യൂസ് ടു ഗോ ടു ഗൂഗിൾ ആൻഡ് ടൈപ്പ് ദ കീവേഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. കുറെ ഔട്ട്പുട്ട് വരും. നമ്മൾ ആദ്യത്തെ 10 പേജ് കണ്ട് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി നമ്മുടെ പേർപ്പസ് എഴുതും. കഴിഞ്ഞു. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഗൂഗിൾ തന്നെ പറയുന്നത് വേൾഡ് വൈഡ് വെബിന്റെ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് എനിക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഔട്ട്പുട്ട് മാത്രമാണ് ഞാൻ തരുന്നത് എന്നുള്ള ഗൂഗിൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഗൂഗിൾ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. ആ സെർച്ച് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ യു ക്യാൻ ആക്സസ് മോർ ഓതന്റിക്, മോർ അതോറിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഫ്രം ദ വെബ്. ആൻഡ് സെർച്ച് സ്ട്രാറ്റജീസ് ആർ നോൺ ആസ് അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജീസ്. അതിൽ ഒന്ന് നോക്കിയേ, കീവേഡ്. അവിടെ ഏത് കീവേഡ് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏത് കീവേഡും കൊടുക്കാം. ഒരു സ്പേസ് കൊടുക്കുക. ദെൻ ദ സിന്റാക്സ് you have to give is file type :pdf. File type :pdf. Participants can write it down. File type :pdf. Most probably the output will be more authoritative and authentic. Last നമുക്ക് ഒരു ഡെമോ നോക്കാം. Then keyword, any keyword, you can give any keyword. Then site :edu. ആ സിന്റാക്സ് കൊടുത്താല് the output will be the resources which are uploaded by educational institutions on that topic in World Wide Web. ആ റിസൾട്ടുകളായിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടും. Most probably the result will be authoritative and authentic. Then keyword കൊടുത്തിട്ട് site :gov. That means you can access, അല്ലെങ്കിൽ the preliminary results would be the documents which are uploaded by government organizations into World Wide Web on that specified topic. ആണ് keyword site :gov കൊടുത്താൽ കിട്ടുന്നത്. Then in text, INTEXT, in text, then you give the keyword. Next one is in title. ടൈറ്റിലിൽ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കീവേഡ് ഉണ്ടെങ്കിൽ ആ പേജുകൾ ലിസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി പറയുന്നതാണ് ഇൻ ടൈറ്റിൽ സ്പേസ് കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ URL. URL മീൻസ് വെബ്സൈറ്റിന്റെ അഡ്രസ് ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇൻ URL ദെൻ കീവേഡ്. ഇത് കൊടുത്താലും നിങ്ങൾക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ആദ്യത്തെ ഔട്ട്പുട്ടുകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജീസ്. കുറച്ചുകൂടെ ഉണ്ട്, അത് അടുത്ത സ്ലൈഡുകളിൽ പറയാം. നെക്സ്റ്റ് വൺ. സർ അടുത്ത PPT-ലാണോ? അടുത്ത PPT-ല. ഓക്കെ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാന്നുള്ളത് അടുത്ത സ്ലൈഡിലുണ്ട്, അതുകൂടെ പറയാം. അതുകൂടെ പറഞ്ഞിട്ട് കുറച്ച് ഡെമോ നോക്കാം. ഇപ്പൊ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞത് ടോപ്പിക് കണ്ടെത്തലാണ്, പിന്നെ റിസർച്ച് ക്വറി അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാന്നുള്ള ക്രൂഡ് ആയിട്ടുള്ള ടൈറ്റിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, പിന്നെ ഏതൊക്കെ സെർച്ച് എഞ്ചിനുകൾ അല്ലെങ്കിൽ റിസോഴ്സസിൽ സെർച്ച് ചെയ്യണം, പിന്നെ ബേസിക് ആയിട്ട് എങ്ങനെ സെർച്ചിങ് നടത്തണം എന്നുള്ളതൊക്കെയാണ് ആദ്യം പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് റിസർച്ച് ടോപ്പിക്സ് ഇൻ കൊമേഴ്സ്, റിസർച്ച് ടോപ്പിക് ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് കൊടുത്താൽ തന്നെ കുറെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും. അത് പിന്നെ പറഞ്ഞ ടൂൾസ് KL ടോപ്പിക് ഫൈൻഡറിലോ അല്ലെങ്കിൽ ആൻസർ ദ പബ്ലിക്കിലോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി വേരിയബിൾസും കണ്ടെത്താൻ എളുപ്പം സാധിക്കും. ഇനി ഫർദർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജീസ് ആണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ആൻഡ് ദേ ആർ, വൺ ഈസ് ബൂളിയൻ ലോജിക്, then parenthesis searching, then phrase searching, truncation, wild cards, field searching. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
നല്ല എന്താണ് ആക്റ്റീവ് റിസർച്ചേഴ്സ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ലോജിക് എല്ലാം ഉപയോഗിച്ച് ഡാറ്റാബേസുകളും സെർച്ച് എഞ്ചിനുകളൊക്കെ ടോപ്പിക്കുകൾ സെർച്ച് ചെയ്യാറുണ്ട്, കീവേഡ്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാറുണ്ട്, റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടാറുമുണ്ട്. വാട്ട് ഈസ് ബൂളിയൻ ലോജിക്? നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നോക്കാം. ബൂളിയൻ ലോജിക്കൊക്കെ വരാം. അതിനു മുമ്പ് നോക്കിയേ, നമ്മളൊരു ടൈറ്റിൽ ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. ഇതില് ഒരു ടൈറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഹൗ ഡസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ടുഡേസ് കോളേജ് സ്റ്റുഡൻസ്. അതൊരു ടെന്റേറ്റീവ് ആയിട്ടുള്ള ക്രൂഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതില് ഉണ്ടോ ഐഡന്റിഫൈയിങ് സെർച്ച് ടേംസ് ഈസ് എ സെർച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ് ഈ ഐഡന്റിഫൈയിങ് ദ സെർച്ച് ടേംസ് എന്ന് പറയുന്നത്? അതിൽ പ്രധാനപ്പെട്ട ടേംസ് നോക്കിയേ, സോഷ്യൽ മീഡിയ, ദെൻ കമ്മ്യൂണിക്കേഷൻ, ദെൻ കോളേജ് സ്റ്റുഡൻസ്. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയെങ്കിൽ ആ പ്രധാനപ്പെട്ട ടൈറ്റിൽ എഴുതി വെച്ചിട്ട് അതിന്റെ നോക്കുക, ബ്രോഡർ ടേം, നാരോവർ ടേം, ദെൻ സിനോണിംസ്, അത് കണ്ടുപിടിക്കുക. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയുടെ ഒരു സിനോണിമാണ് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ തന്നെ ഒരു നാരോവർ ടേമാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ബ്ലോഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു ബ്രോഡർ ടേമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നോക്കുക, ഹൗ ഡസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതിന് പകരം ചേഞ്ച് ഇറ്റ്, ഹൗ ഡസ് ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ടുഡേസ് കോളേജ് സ്റ്റുഡൻസ്. പുതിയൊരു ടോപ്പിക് അവിടെ വന്നുണ്ടോ? ന്യൂ ടോപ്പിക് ഹാസ് ബീൻ ജനറേറ്റഡ്. ദെൻ അടുത്ത ആൾക്ക് വേറെ ടോപ്പിക് വേണം. ഹൗ ഡസ് ബ്ലോഗ്സ് ഇൻഫ്ലുവൻസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ടുഡേസ് കോളേജ് സ്റ്റുഡൻസ് എന്നുള്ള ചേഞ്ച് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആക്കിയ അടുത്ത ടോപ്പിക്. ഇങ്ങനെയാണ് ഡിഫറെന്റ് ടോപ്പിക്സ് സിമ്പിൾ കീവേഡ്സിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാലം ടോപ്പിക് നോക്കി ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ടോപ്പിക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് സ്ലൈഡ്. സിംഗുലറും പ്ലൂറലും നിങ്ങൾ വിശദമായി പോകണ്ട. സിംഗുലറും പ്ലൂറലും കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് സെർച്ച് ഔട്ട്പുട്ട് വ്യത്യാസമായി വരും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ലൈഡ് ഇട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സെർച്ചിങ് ഇൻ എ സയന്റിഫിക് ഡാറ്റാബേസ് അബൌട്ട് എന്താണ് ഒക്ടോപ്പസ്, ഒക്ടോപ്പസിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒക്ടോപ്പസിന്റെ സിംഗുലർ ഒക്ടോപ്പസും പ്ലൂറൽ ഒക്ടോപൈ എന്നുമാണ് കേട്ടോ. ഒക്ടോപസസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ടും ഒക്ടോപൈ എന്ന കീവേഡ് കൊടുത്ത് വെച്ച് ചെയ്യുന്ന സെർച്ച് ഔട്ട്പുട്ടും വ്യത്യാസമായിരിക്കും. അതാണ് ഈ സ്ലൈഡിൽ പറയാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ. പോട്ടെ, അടുത്തതിലേക്ക് പോട്ടെ. അവിടെ എന്താണ് അബ്രീവിയേഷൻസ് അറിഞ്ഞിരിക്കണം. അതൊരു സെർച്ച് സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് IM എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഡാറ്റാബേസ് എടുത്ത് സെർച്ച് ചെയ്യുക, ഒരു ഹെൽത്ത് ഡാറ്റാബേസ് എടുത്ത് IM എന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഇൻട്രാമസ്കുലാർ അതുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. മറിച്ചൊരു ലൈബ്രറി സയൻസ് ഡാറ്റാബേസ് നോക്കിയാൽ ഇൻഫർമേഷൻ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. ദെൻ അക്രോണിംസ് അറിഞ്ഞിരിക്കുക, സ്പെല്ലിംഗ് വേരിയേഷൻസ് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം നിങ്ങളുടെ സെർച്ച് ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ് വൺ. ബൂളിയൻ ലോജിക്. ബൂളിയൻ ലോജിക്ക് 3 എണ്ണമാണ്. ക്യാപിറ്റൽ AND, ആൻഡ് എന്താ ചെയ്യുന്നത്? ആൻഡ് കമ്പൈൻ സെർച്ച് ടൈം സോ ദാറ്റ് ഈച്ച് സെർച്ച് റിസൾട്ട് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ദ ടേംസ്. നിങ്ങളുടെ സെർച്ച് റിസൾട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന കീവേഡ്സ് എല്ലാം കാണും. ഫോർ എക്സാമ്പിൾ, അതിൽ കിടക്കുന്ന എക്സാമ്പിൾ കിടന്നുണ്ട്. സപ്പോസ് യു ആർ സെർച്ചിങ് ഫോർ ഡോഗ് ആൻഡ് ക്യാറ്റ്, and if you use the syntax dog, then capital AND, then cat, all of the results retrieving will contain the words dog and cat. എന്താണ് ബൂളിയൻ ലോജിക്കിലെ ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് സ്ലൈഡ്. or പറയുന്നത് or combine search terms so that each search result contain at least one of the terms. Dog, take the example of the dog and cat. The result will contain ഡോഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പേജ് കിട്ടും, കാറ്റിനെ കുറിച്ചുള്ള പേജുകൾ കിട്ടും, ഡോഗിനെയും കാറ്റിനെയും കുറിച്ചുള്ള പേജ് കിട്ടും. വളരെ വലിയൊരു സെർച്ച് ഔട്ട്പുട്ട് ഓർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് വൺ. നോട്ട് എക്സ്ക്ലൂഷന് വേണ്ടിയാണ്. ഡോഗ് ആൻഡ് കാറ്റ് നോട്ട് കിറ്റൺ എന്ന് പറയുന്ന സിന്റാക്സ് കൊടുത്താൽ പൂച്ചക്കുട്ടിയെ പറ്റി പറയുന്ന പേജസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെ സിസ്റ്റമാറ്റിക് റിവ്യൂവും മെറ്റാ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ സാധാരണഗതിയിൽ നന്നായി
ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബൂളിയൻ ലോജിക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ പേപ്പേഴ്സ് ഒക്കെ എഴുതി തുടങ്ങുമ്പോൾ പഠിക്കും. എന്താണ് സിസ്റ്റമാറ്റിക് റിവ്യൂ, എന്താണ് ഡാറ്റാബേസ് സെർച്ച് ചെയ്ത് എങ്ങനെയാണ് അത് കണ്ടെത്തുക, അവിടെയൊക്കെ ബൂളിയൻ ലോജിക് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതൊക്കെ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എക്സാമ്പിൾ പറഞ്ഞു എന്നല്ല, ഞാൻ പറഞ്ഞല്ലോ ആൾറെഡി. അടുത്തതിലേക്ക് പോകും. പോട്ടെ. ട്രങ്കേഷൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ട്രങ്കേഷൻ? ട്രങ്കേഷൻ മീൻസ് നിങ്ങൾ ആ കീവേഡ് മുഴുവൻ കൊടുക്കണ്ട. അതിൽ എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. പ്രൊമോട്ട് എന്ന് പറയുന്നത്, പ്രൊമോട്ട് ടി കഴിഞ്ഞിട്ട് ഒരു സിന്റാക്സ് കൊടുത്താൽ, ഒരു ആസ്ട്രക്ക് കൊടുത്താൽ ദെൻ പ്രൊമോട്ട്, പ്രൊമോട്ടിങ്, പ്രൊമോട്ടഡ്, പ്രൊമോട്ട്സ് അങ്ങനെ പറയുന്ന ബാക്കി വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട. ഡിഫോൾട്ട് ആയിട്ട് ദ ഡാറ്റാബേസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഈ ട്രങ്കേഷൻ എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട്സ് നിങ്ങൾക്ക് തരും. നെക്സ്റ്റ് വൺ. പാരന്തസിസ് സെർച്ചിങ്. നമ്മൾ സിമ്പിൾ കീവേഡ്സ് ഉപയോഗിച്ച് മാത്രമേ സെർച്ച് ചെയ്യാറുള്ളൂ സാധാരണഗതിയിൽ. പാരന്തസിസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ എന്താണ് ഗുണം എന്നുള്ള നോക്കിയേ. ഒരു എക്സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. വി വുഡ് ലൈക്ക് ടു സ്റ്റഡി അബൌട്ട് എന്താണ് ആസ്മ ഇൻ ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ്. അതാണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ നോർമലി വി ഗിവ് ദ കീവേഡ്സ് ആസ് ആസ്മ ആൻഡ്, ഒരു ബൂളിയൻ ലോജിക്കിന്റെ ആൻഡ് അവിടെ കൊടുത്തു, ദെൻ ചിൽഡ്രൻ, ദെൻ ബൂളിയൻ ലോജിക്കിന്റെ ഓർ കൊടുത്തു, ഇൻഫാൻസ് കൊടുത്തു. അങ്ങനെ ഒരു രീതി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കൊടുക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്. മറിച്ച് അതിനെ കുറച്ചുകൂടി ലോജിക് ആക്കാൻ, ഇപ്പൊ ആദ്യം കൊടുത്തത് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വുഡ് ഫൈൻഡ് എയ്തർ ആർട്ടിക്കിൾസ് അബൌട്ട് ആസ്മ, ആസ്മയെ കുറിച്ചുള്ള, ആസ്മ ആൻഡ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ജസ്റ്റ് അബൌട്ട് ഇൻഫാൻസ്. ഉണ്ടോ? ആസ്മ ആൻഡ് ചിൽഡ്രൻ ഓർ ഇൻഫാൻസ് എന്നാണ് കീവേഡ് കൊടുത്തത്. അതുകൊണ്ട് ആസ്മ ആൻഡ് ചിൽഡ്രനെ കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ കിട്ടും, അല്ലെങ്കിൽ ഇൻഫാൻസിനെ കുറിച്ചുള്ള മാത്രം പേജ്, ഇൻഫാൻസിൽ വേറെ എന്തെങ്കിലും അസുഖം, ഇൻഫാൻസിലെ വയറിളക്കത്തെ പറ്റിയുള്ള പേജുകളും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ആദ്യത്തെ കീവേഡ് കൊടുത്താലുള്ള പ്രശ്നം. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? To make it logical, you would need to include brackets. അതിനെയാണ് ഈ പാരന്തസിസ് എന്ന് പറയുന്നത്. നോക്കുക, ആദ്യം അസുഖത്തിന്റെ പേര് കൊടുത്തു, ആസ്മ, ദെൻ ആൻഡ് ബൂളിയൻ ഓപ്പറേറ്റർ കൊടുത്തു, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ചിൽഡ്രൻ ഓർ ഇൻഫാൻസ് എന്ന് കൊടുക്കുമ്പോൾ കുട്ടികളിലെ അല്ലെങ്കിൽ ഇൻഫാൻസിലെ ആസ്മയെ പറ്റിയുള്ള മാത്രം പേജുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ദിസ് ഈസ് പാരന്തസിസ് സെർച്ചിങ്. നെക്സ്റ്റ് വൺ. ഫ്രൈസ് സെർച്ചിങ്. ഫ്രൈസ് സെർച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അത് സിംഗുലർ ആയിട്ട് സെർച്ച് എഞ്ചിൻ മനസ്സിലാക്കില്ല. ഇപ്പൊ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്താല് അത് പരിസ്ഥിതി മലിനീകരണം എന്നുള്ളത് മാത്രമേ എടുക്കുള്ളൂ. എയറിനെ കുറിച്ചുള്ള മാത്രം പേജുകളോ പൊല്യൂഷനെ കുറിച്ചുള്ള മാത്രം പേജുകളോ കിട്ടില്ല. അതാണ് ഈ ഫ്രൈസ് സെർച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ. ഇത് ഫ്രൈസ് സെർച്ചിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ സ്നോബോളിംഗ്. സ്നോബോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ജേർണൽ ആർട്ടിക്കിളിൽ നിന്ന് അതിന്റെ റെഫറൻസുകൾ കണ്ടെത്തി, ആ റെഫറൻസിൽ നിന്ന് പിന്നെ അടുത്ത ആർട്ടിക്കിൾ കണ്ടെത്തി, അങ്ങനെ ഒരു സൈക്ലിക് ഫോമിൽ പോകുന്നതാണ് സ്നോബോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെസ്റ്റിംഗിന്റെ എക്സാമ്പിൾ നെക്സ്റ്റ് പേജിലുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. സൗത്ത് ആഫ്രിക്ക ഓർ ആഫ്രിക്ക ആൻഡ് HIV AIDS. ആ ജോഗ്രഫിക്കൽ ഏരിയ ആദ്യം ബ്രാക്കറ്റിൽ കൊടുക്കുമ്പോൾ ആ ഏരിയ എന്നുള്ള അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള പഠനങ്ങൾ മാത്രം നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കൊണ്ടുതരും. ഇതാണ് നെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സിമ്പിളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെർച്ച് സ്ട്രാറ്റജീസ്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കുറിച്ച് വെക്കാം. നമുക്കിനി ഡെമോയിലേക്ക് പോകാം. രണ്ടുമിസ് ഒരു ഗൂഗിൾ എടുത്തോ, നമുക്ക് ആ ഫയൽ ടൈപ്പ് കോളൻ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കേ സർ, സ്ക്രീൻ കാണാമോ ഇത്? ആ കാണാം. ഗൂഗിൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു കീവേഡ് എടുത്തിട്ട് ആദ്യം ഒരു സിമ്പിൾ സെർച്ചിങ്, എന്നിട്ട് ആ റിസൾട്ട്സ് എത്ര ഉണ്ടെന്നൊന്ന് കാണിക്കുക. ഫയൽ ടൈപ്പ് കോളൻ PDF കൊടുക്കുക. സ്ക്രീൻ ഒന്ന് വലുതാക്കാമോ മിസ്സേ? ഓക്കെ ആണോ സർ? ഓക്കെ. ആദ്യം ബിസിനസ് ഫയൽ ടൈപ്പ് കൊടുക്കാതെ ബിസിനസ് കൊടുത്തേ. ഓക്കെ.
Okay. See how many results appeared. ഏകദേശം 11 കോടി റിസൾട്ട് എങ്ങാണ്ട് വന്നു. ഗൂഗിൾ എടുത്തിട്ട് ബിസിനസ് എന്ന കീവേഡ് കൊടുത്തപ്പോൾ എബൌട്ട് എന്ന് പറയുന്നത് കണ്ടോ, അവിടെ 11,93,00,000 ഔട്ട്പുട്ട്സ് വന്നു. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജി, ഫയൽ ടൈപ്പ് :PDF. ബിസിനസ് കഴിഞ്ഞിട്ട് ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു, :PDF എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തപ്പോൾ കണ്ട് എത്ര റിസൾട്ട് എത്രയായി? കൂടിയല്ലേ? അത് ഈ ബിസിനസ് എന്ന് പറഞ്ഞ മാത്രം കീവേഡ് കൊടുത്താണ്. എനിവേ നോക്കുക, ആദ്യം വന്ന ഔട്ട്പുട്ട് നോക്കിയേ, നോർമലി ഔട്ട്പുട്ട് കുറവായിരിക്കും. ഇത് ബിസിനസ് സിമ്പിൾ കീവേഡ് കൊടുത്തോണ്ടാണ് ഔട്ട്പുട്ട് കൂടുതൽ വന്നത്. ആദ്യം കൊടുത്തപ്പോ 1000 സംതിങ് കോടി ഉണ്ടായിരുന്നു, ഇപ്പൊ 59. ഓക്കെ, ഇത് കുറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സി ദ ഫസ്റ്റ് ഔട്ട്പുട്ട് നോക്കിയേ, ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓൺ ബിസിനസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അതുകൊണ്ട് ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കയറി വന്നു. രണ്ടാമത് വന്നുണ്ട് ഡൂയിങ് ബിസിനസ് 2020, വേൾഡ് ബാങ്കിന്റെ ഒരു ഡോക്യുമെന്റ് കയറി വന്നു. ആദ്യം നമ്മൾ ഗൂഗിളിൽ കൊടുത്തപ്പോൾ കിട്ടിയത് ആദ്യം വിക്കിപീഡിയയിലെ പേജോ അങ്ങനെയുള്ള പേജൊക്കെ കയറി വന്നത്. ഇത് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ആധികാരികമായിട്ടുള്ള പേജുകൾ കയറി വന്നു. ഇനി ഇത് എന്നെ ഒന്ന് മാറ്റി കൊടുത്തേ, നമ്മുടെ site:/edu. site:/edu എൻ്റർ ചെയ്യുക. ഇപ്പൊ റിസൾട്ട് എത്ര വന്നു നോക്കി, 76 ലക്ഷം അങ്ങനെ എങ്ങാണ്ട് കുറഞ്ഞു വന്നു ഉണ്ടോ? എനിവേ ആദ്യം വരുന്ന റിസൾട്ടുകളെല്ലാം മോസ്റ്റ് പ്രോബബ്ലി ഈ ബിസിനസ്സുമായി ഈ കീവേഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കും. കാര്യം EDU മീൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാ. ഇനി GOV കൊടുത്തേ, EDU മാറ്റിയിട്ട് GOV. മിസ് കീവേഡ് ബിസിനസ് എത്തിക്സ് എന്നാക്കിക്കും. ബിസിനസ് എന്നമാക്കണം, ബിസിനസ് എത്തിക്സ് എന്നാണ്. ബിസിനസ് എന്ന് പറഞ്ഞ ബ്രോഡ് ടോപ്പിക് ആണല്ലോ. നോർമലി നമ്മളെ ടോപ്പിക് നാരോ ചെയ്തിട്ടാണ് സെർച്ചിങ് തുടങ്ങുന്നത് ഉണ്ടോ. ബിസിനസ് എത്തിക്സ് കൊടുത്തപ്പോ 89,000 അല്ലെങ്കിൽ 89 ലക്ഷം അത്രയും റിസൾട്ട് വന്നു. ഈ സ്ട്രാറ്റജി കൊടുക്കാതെ ഒന്ന് കൊടുക്കട്ടെ സർ. ഓക്കെ, കൊടുത്തോ. എത്ര ഒരുപാട് വന്നില്ലേ? 38 കോടി 20 ലക്ഷം. 38 കോടി സംതിങ് വന്നു. ഇനി site:/gov ആ സ്ട്രാറ്റജി കൊടുക്കുമ്പോ, സിന്റാക്സ് കൊടുക്കുമ്പോ എത്രയായി? 89 ലക്ഷം ആയിട്ട് കുറഞ്ഞു അല്ലേ? ഓക്കെ. ഇങ്ങനെയാണ് ഈ നമ്മൾ അഡ്വാൻസ്ഡ് സെർച്ചിങ് സ്ട്രാറ്റജീസ് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കുറയുന്നതും റെലവൻസി മോസ്റ്റ് പ്രോബബ്ലി കൂടുതലായി കിട്ടുന്നത്. പിന്നെയും 3 എണ്ണം നമ്മൾ പറഞ്ഞല്ലോ, ഇൻ ടെക്സ്റ്റ്, ഇൻ ടൈറ്റിൽ, ഇൻ URL. അത് ഈ നമ്മുടെ കീവേഡിന്റെ തുടക്കത്തിൽ കൊടുക്കണം. ഇൻ ടെക്സ്റ്റ് INTEXT സ്പേസ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പൊ അത് കണ്ട ടൈറ്റിലില് ബിസിനസ് എത്തിക്സ് എന്ന് എവിടെയൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ പേജുകളിൽ വരുന്നുണ്ടോ ആ പേജുകളാണ് ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഇൻ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഇൻ ടൈറ്റിൽ. ഇപ്പൊ എന്താ ഇൻ ടൈറ്റിൽ ആണോ കൊടുത്തത്? ഇത് ടെക്സ്റ്റിൽ വരുന്നതാണ്, സോറി. ഇത് ടെക്സ്റ്റ് കൊടുത്തതാണ്. ടൈറ്റിൽ കൊടുക്കുമ്പോൾ ടൈറ്റിലുള്ളത് വരും. ഇൻ ടൈറ്റിൽ. ദെൻ ഇൻ URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL. ഇൻ URL കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വെബ്സൈറ്റുകളുടെ അഡ്രസ് ബാറിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, അത്തരം വെബ്സൈറ്റുകൾ നിങ്ങൾക്ക്. സർ ഇവിടെ ഇൻ URL കൊടുക്കുമ്പോൾ സെർച്ച് റിസൾട്ട്സിൽ മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ URL എന്ന് പറഞ്ഞ് അത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇൻവെർട്ടഡ് കോഡ്സിലാണോ സർ ഇൻ URL കൊടുക്കുന്നത്? അല്ല, അല്ലാതെ കൊടുത്താലും കിട്ടും, കുഴപ്പമില്ല. ഇങ്ങനെയാണ് സിന്റാക്സുകൾ വ്യത്യാസമായി വരുന്നത്. ഇത് നിങ്ങളപ്പോ ഇനി നിങ്ങളുടെ കീവേഡ്സ് ഇതേപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഔട്ട്പുട്ടിന്റെ വ്യത്യാസം നിങ്ങൾ എന്നെ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ടോപ്പിക്ക് കണ്ടെത്താനോ സെർച്ച് ചെയ്യാനോ വരുമ്പോൾ കൃത്യമായി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും. യു ഹാവ് ടു യൂസ് ദാറ്റ് സിന്റാക്സ്. അപ്പൊ നിങ്ങൾ കൃത്യമായ അതോറിറ്റേറ്റീവ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഇൻ URL കോഡ്സ് ഇട്ട് കൊടുക്കുക, അല്ലെ കോഡ്സ് ഇടാതെ കൊടുക്കുക. ഔട്ട്പുട്ട് എങ്ങനെയാണ് വ്യത്യാസം ആയി വരുന്നതെന്ന് ശ്രദ്ധിക്കുക.
ഇതാണ് ജനറൽ സെർച്ച് ആയിട്ടുള്ളത്. നിങ്ങൾ വിക്കിപീഡിയ പോയിട്ട് ലിസ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്ന ഗൂഗിൾ എടുത്തിട്ട് ലിസ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻസ് എന്ന് കൊടുക്കുക. നിങ്ങൾ ഒരു 100 സെർച്ച് എഞ്ചിനുകളുടെ ലിസ്റ്റ് കിട്ടും. ലിസ്റ്റ് ഓഫ് സെർച്ച് എഞ്ചിൻസ്, ലിസ്റ്റ് ഓഫ് ജനറൽ സെർച്ച് എഞ്ചിൻസ്. സെർച്ച് എഞ്ചിൻസ് മതി. ഓക്കെ, സെർച്ച് എഞ്ചിൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ജനറൽ സെർച്ച് എഞ്ചിനും പിന്നെ സബ്ജക്ട് സ്പെസിഫിക്കും ആയിട്ടുള്ള ഒരുപാട് സെർച്ച് എഞ്ചിൻസിന്റെ ലിസ്റ്റ് കിട്ടും. ഓരോന്നിലും നിങ്ങൾ പോയി കണ്ടെത്തി സെർച്ച് എഞ്ചിൻസ് അല്ല കീവേഡ്സ് മാറ്റി മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജലദോഷത്തെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ഫൈൻഡ് ഔട്ട് എ ഹെൽത്ത് സെർച്ച് എഞ്ചിൻ ഫസ്റ്റ് ആൻഡ് ദെൻ ഗീവ് ദ കീവേഡ് ഇൻ ദാറ്റ് സെർച്ച് എഞ്ചിൻ, ദാറ്റ് ഹെൽത്ത് സെർച്ച് എഞ്ചിൻ. ദ റിസൾട്ട് എന്താണ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹെൽത്ത് സെർച്ച് എഞ്ചിൻ ഈസ് മോർ അതോറിറ്റേറ്റീവ് ദാൻ ദ റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഗൂഗിൾ. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വിക്കിപീഡിയ പോയിട്ട് അക്കൗണ്ടിങ്ങിന്റെ സെർച്ച് എഞ്ചിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സെർച്ച് എഞ്ചിൻ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയും എങ്കിലും ചെയ്തു വെക്കും. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അത് ഒന്ന് വലുതാക്കണേ, പക്ഷേ തീരെ ചെറുതാണ് സ്ക്രീൻ. ഓക്കെ, ഇതാണ്. ഇത് വിക്കിപീഡിയയിലെ പേജാണ്. ഉണ്ടോ? business.com ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതാ. business.com എന്ന സൈറ്റ് നമ്മൾ ആ സ്ലൈഡിൽ തന്നെ പറഞ്ഞു. അപ്പൊ ഇത് വന്നു. പിന്നെ മെറ്റാ സെർച്ച് എഞ്ചിൻ, ലിസ്റ്റ് ഓഫ് മെറ്റാ സെർച്ച് എഞ്ചിൻസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മെറ്റാ സെർച്ച് എഞ്ചിന്റെ ലിസ്റ്റ് കിട്ടും. ദെൻ ലിസ്റ്റ് ഓഫ് ഡീപ്പ് വെബ് സെർച്ച് എഞ്ചിൻസ് നോക്കിയാൽ ഡീപ്പ് വെബ് സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക, അതായിരിക്കും ബെറ്റർ. നമുക്ക് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ ഒന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ എടുക്കാമോ? ഗൂഗിൾ സ്കോളർ ഇറ്റ്സ് ആൻ അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. ഇതിൽ അക്കാഡമിക് ഡോക്യുമെന്റ്സ് മാത്രമാണ് ഇതിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ഗൂഗിള് എല്ലാ അക്കാഡമിക് പബ്ലിഷേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. അവരുടെ നമ്മളൊരു കീവേഡ് കൊടുക്കുമ്പോൾ ആ ഡാറ്റാബേസുകൾ സെർച്ച് ചെയ്ത് ഔട്ട്പുട്ട് കൊണ്ടുതരും. ഇതാണ് ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സ് ശ്രദ്ധിക്കുക. യു ക്യാൻ ക്രിയേറ്റ് എ ഗൂഗിൾ സ്കോളർ പ്രൊഫൈൽ. If you have an institutional email ID, you can easily create a Google Scholar profile. ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ you can add your published documents to the profile. അങ്ങനെ ചെയ്താൽ എന്താണ് കമ്മിങ് ഇയേഴ്സിൽ നിങ്ങളുടെ സൈറ്റേഷൻസും ഇൻഡെക്സും കൂടി വരും. അത് ഈ ഗൂഗിൾ സ്കോളറിന്റെ ഒരു ഉപയോഗമാണ്. അത് ഞാൻ കാണിച്ചു തരാം, പ്രൊഫൈൽ കാണിച്ചു തരാം. മിസ്സേ സ്ക്രീൻ വലുതാക്കണേ. കുറച്ചുകൂടെ. ഓക്കെ, അപ്പോ രേണു മിസ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ കീവേഡ് ഗൂഗിൾ സ്കോളറിൽ കൊടുത്തു. സീ ദ ഔട്ട്പുട്ട്സ്. ദ ഫസ്റ്റ് റിസൾട്ട് ഈസ് ഫ്രം google.com, ഒരു ബുക്കാണ്. ദെൻ JStory എന്നാണ്. ദെൻ അങ്ങനെയുള്ള അക്കാഡമിക് ഡോക്യുമെന്റ്സ് മാത്രമാണ് വന്നത്. അതിൽ ഓരോന്നിന്റെയും ഏത് വർഷമാണെന്ന് നോക്കിയേ. ആദ്യത്തെ ഔട്ട്പുട്ട് 2000-ലെയാണ്, രണ്ടാമത്തത് 2002-ലെ അല്ലെങ്കിൽ 91-ലെയാണ്, മൂന്നാമത്തത് 2000-ലെ. കണ്ടോ, ഓരോ വർഷവും മാറി മാറി വരുന്നുണ്ടോ? നമ്മള് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ എഴുതുമ്പോൾ ഇയർ വൈസ് ഒക്കെ എഴുതാറുണ്ടല്ലോ സാധാരണ. ഈ ബിസിനസ് എത്തിക്സിനെ പറ്റിയുള്ള ഔട്ട്പുട്ട് ഇയർ വൈസ് കിട്ടണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഗൂഗിൾ സ്കോളറിന്റെ ലെഫ്റ്റ് സൈഡില് ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മിനിമൈസ് ചെയ്താൽ കണ്ടോ? ഇതല്ല പ്രൊഫൈൽ അല്ല, എനി ടൈം. അത് തന്നെ. കണ്ടോ, അവിടെ ഓരോ വർഷം കാണിക്കുന്നുണ്ടോ? അതില് സിൻസ് 2020 അത് ക്ലിക്ക് ചെയ്തേ. ജസ്റ്റ് ക്ലിക്ക് സിൻസ് 2020. ഉണ്ടോ? 2020 ഔട്ട്പുട്ട് മാത്രം വന്നു ആദ്യ റിസൾട്ടുകളിൽ. ശ്രദ്ധിച്ചോ? പിന്നെ 2019 എന്ന് ക്ലിക്ക് ചെയ്തേ മിസ്സേ. 2019 ഔട്ട്പുട്ട് മാത്രം വന്നു. കണ്ടോ? ഇതാണ് ഓരോ വർഷങ്ങളിലെ ആ ഏരിയയിൽ നടന്ന സ്റ്റഡീസ് കണ്ടെത്താനുള്ള എളുപ്പ വഴി, ഫ്രീ ആയിട്ട് കണ്ടെത്താനുള്ള എളുപ്പ വഴി. ഇതാണ് ഗൂഗിളിന്റെ എനി ടൈം എന്നുള്ള ഓപ്ഷൻ. പിന്നെ അതിന്റെ ഏറ്റവും താഴെ ക്രിയേറ്റ് അലർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ക്രിയേറ്റ് അലർട്ട്. ജസ്റ്റ് ക്ലിക്ക് ദാറ്റ്. ക്രിയേറ്റ് അലർട്ട്. അവിടെ ഒരു അലർട്ട് ക്വറി വന്നുണ്ടോ? ഇൻ ടൈറ്റിൽ ബിസിനസ് എത്തിക്സ്. ദാറ്റ് മീൻസ് ഈ വെബില് ഇനി വരാൻ പോകുന്ന
ടൈറ്റിലില് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും ആ ഇമെയിലിലേക്ക് അലർട്ട് ആയിട്ട് അയച്ചു തരാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഈ സാധനം. അപ്പോൾ ക്രിയേറ്റ് അലർട്ട് ഓപ്ഷൻ കൊടുത്താൽ നാളെ മുതൽ ആ ടോപ്പിക്കിലുള്ള പുതിയ എല്ലാ ഡോക്യുമെന്റ്സ്, വെബിൽ വരുന്ന ഡോക്യുമെന്റ്സും നിങ്ങളുടെ മെയിലിലേക്ക് വരും. അപ്പൊ വീണ്ടും പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ എന്താണ് ടു ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് റീസെന്റ് ഇൻഫർമേഷൻ. ടീച്ചേഴ്സിനും റിസർച്ച് സ്കോളേഴ്സിനും എല്ലാം വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ഇതാണ്. നിങ്ങൾ ഏത് ഏരിയയിലാണ് റിസർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് പഠിപ്പിക്കുന്നത്, കോർ ഏരിയ, കോർ സ്പെഷ്യലൈസേഷനിലെ കീവേഡ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെ അലർട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങളുടെ മെയിലിലേക്ക് എല്ലാ ദിവസവും വരും. അത് വായിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോവുകയോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുകയോ ചെയ്താൽ എന്താണ് പീരിയോഡിക്കലി നമ്മുടെ ആ മേഖലയിലുള്ള വിജ്ഞാനം അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഗവേഷണം ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് അലർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ദെൻ ഗൂഗിൾ സ്കോളർ മറ്റൊരു സഹായം കൂടി ചെയ്യുന്നുണ്ട്. ഓരോന്നിന്റെയും ഓരോ ഔട്ട്പുട്ടിന്റെയും താഴെ പോയി നോക്കും, നിങ്ങൾ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരെണ്ണം എടുത്തേ മിസ്സേ, ബാക്ക് പോയിട്ട് ഒന്ന് മിനിമം മാക്സിമൈസ് ചെയ്ത കൺട്രോൾ കൺട്രോൾ ഒന്നുകൂടെ അവിടെ കണ്ട, അവിടെ ഒരു കോഡ്സ് സൈറ്റഡ് ബൈ എന്ന് പറയുന്നവരുണ്ട്. ഓരോ അതിന്റെ താഴെ ആദ്യത്തെ ഔട്ട്പുട്ടിന്റെ താഴെ സൈറ്റഡ് ബൈ എന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഡബിൾ കോഡ്സ് പോലെ ഒരു സാധനം കിടക്കുന്നുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. ആ ഡബിൾ കോഡ്സ് പോലെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് പേപ്പേഴ്സ് ഒക്കെ എഴുതുമ്പോൾ സൈറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ APA ഫോർമാറ്റിലോ MLA ഒക്കെ എങ്ങനെ അത് എഴുതണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ആ താഴെ റെഫറൻസ് ലിസ്റ്റിന്റെ അവിടെ കൊടുത്താൽ മതി. ഇതാണ് ഗൂഗിൾ സ്കോളർ നിങ്ങളെ സഹായിക്കുന്ന ഒരു വഴി, സൈറ്റേഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വഴി. ക്ലോസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് വൺ ഉണ്ട് സൈറ്റഡ് ബൈ 2006. ഇത്രയും ആൾക്കാര് ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ബുക്കിലെ ഈ ചാപ്റ്റർ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സൈറ്റഡ് ബൈ 2006 അല്ലെങ്കിൽ സൈറ്റഡ് ബൈ 541 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈറ്റേഷൻ ഉള്ള പേപ്പേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ റെലവൻസി ഉള്ള പേപ്പേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ആ പേപ്പർ വായിച്ചാൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് അറിയാൻ പറ്റും. ഈ സൈറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈ പേപ്പർ സൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അപ്പൊ ഈ പേപ്പറിനെ എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ, ഈ 541 ആൾക്കാർ സൈറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അപ്പൊ അവരുടെ പേപ്പർ ഒന്ന് വായിച്ചു നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും ഈ സൈറ്റ് ചെയ്ത ആൾക്കാർ ഈ പേപ്പറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് റീഡിഫൈൻ ചെയ്യാനോ റീട്യൂൺ ചെയ്യാനോ ഒക്കെ ഈ സൈറ്റേഷൻസിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് ഗൂഗിൾ സ്കോളർ നിങ്ങളെ സഹായിക്കുന്നത്. ഇതുപോലെ തന്നെ ഉള്ള ഒരു അക്കാഡമിക് സെർച്ച് എഞ്ചിനാണ് മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച്. അതൊന്ന് എടുക്കാമോ? പുതിയൊരു ടാബ് എടുത്തിട്ട് മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച്. ഞാൻ ആ ടാബിൽ തന്നെ എടുത്തു. ആ ടാബ് കളയാം. മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച് ഉണ്ടോ? മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച് നിങ്ങൾ എല്ലാവരും ഗൂഗിൾ സ്കോളർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ചും ഉപയോഗിച്ച് പഠിക്കുക. എന്താന്ന് വിശദമായിട്ട് പറയാൻ നമുക്ക് സമയമില്ല, നോക്കുക. പിന്നെ വേറൊരു സെർച്ച് എഞ്ചിൻ ഞാൻ പറഞ്ഞു, അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. അതിന്റെ പേരാണ് സൈനാപ്സ്, SCINAPS, synapse.io, synapse.io, synapse.io. എൻ്റർ ചെയ്യുക. സ്ക്രീൻ വലുതാക്കണേ മിസ്സേ. ഇതാണ് സൈനാപ്സ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. അപ്പൊ അവര് പറയുന്നത് ഗൂഗിൾ സ്കോളറിനെക്കാളും എഫക്റ്റീവ്നെസ് ഉള്ള സെർച്ച് എഞ്ചിനാണ് ഈ സൈനാപ്സ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഈ സൈനാപ്സിന്റെ പ്രത്യേകത എന്തെന്നുള്ളത്. ഓക്കെ, ഇനി അക്കാഡമിക് ഡാറ്റാബേസിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ ആ സ്ലൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കൊമേഴ്സുമായി ബന്ധപ്പെട്ട അക്കാഡമിക് ഡാറ്റാബേസ് വെറുതെ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. റിസർച്ച് ടോപ്പിക്സ് ഇൻ കൊമേഴ്സ് കൊടുത്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടോപ്പിക്സ് കിട്ടും. അക്കാഡമിക് ഡാറ്റാബേസസ് ഇൻ കൊമേഴ്സ് കൊടുത്താൽ അതും കിട്ടും. അത് നിങ്ങൾ പിന്നീട് സെർച്ച് ചെയ്തെടുക്കുക. ഇനി എല്ലാ അക്കാഡമിക് ഡാറ്റാബേസും മിക്കവാറും ഒക്കെ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കാശ് കൊടുത്ത് മാത്രമേ ഇത്തരം ഡാറ്റാബേസ് കണ്ടന്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു ഡാറ്റാബേസ് കണ്ടുപിടിച്ചാൽ മിക്കവാറും ഡാറ്റാബേസുകൾ അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് തരാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ആൻ ഫ്രീ യൂസർ ID പാസ്വേഡ്, ദെൻ സെർച്ച് യുവർ കീവേഡ്സ്. അവിടെ സെർച്ച് ചെയ്താൽ
അതിന്റെ മെറ്റാഡാറ്റ നിങ്ങൾക്ക് കിട്ടും. അതായത് സൈറ്റേഷനും അബ്സ്ട്രാക്റ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് തന്നെ അത്യാവശ്യം നമ്മൾക്ക് മതി. പിന്നെ അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഐറ്റംസിന്റെ ഫുൾ ടെക്സ്റ്റ് വേണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ അവർ ഫ്രീ ആയിട്ട് അയച്ചു തരും. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ആർട്ടിക്കിളിന്റെ ഫുൾ ടെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്താൽ റിക്വസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കൊടുത്താലും അവിടെ അവർക്ക് പല രീതികളുണ്ട്. അവിടെ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരും. ഇല്ലെങ്കിൽ തന്നെ അവരുടെ ലൈബ്രറി നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫുൾ ടെക്സ്റ്റ് അയച്ചു തരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ആക്സസ് ചെയ്യണമെങ്കിൽ ഇല്ലീഗൽ വേ ഉണ്ട്. അതിന് ഒരു സൈറ്റ് ഉണ്ട്, സൈഹബ് എന്ന് പറഞ്ഞ ആ സൈറ്റിന്റെ പേര്. സൈഹബ് മിക്കവാറുള്ളവർക്ക് അറിയാം. സൈഹബ് SCIHUB sci-hub.tu വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടണം. സൈഹബ് SCIHUB സൈഹബ്. sci-hub.tw ആണ് ഇപ്പൊ ഉള്ള വർക്കിംഗ് ലിങ്ക് എന്ന് തോന്നുന്നു. അത് തന്നെ ആദ്യത്തെ സൈഹബ്. ക്ലിക്ക് ചെയ്യാം. ഇതാണ് സൈഹബിന്റെ ഹോം പേജ്. നിങ്ങൾ ഏതെങ്കിലും ജേണൽ ആർട്ടിക്കിൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ജേണൽ ആർട്ടിക്കിളിന്റെ വെബ്സൈറ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ അതിന്റെ DOI ഡിജിറ്റൽ ഒബ്ജക്റ്റ് ഐഡന്റിഫയർ കോപ്പി ചെയ്തിട്ട് ഈ സൈഹബിന്റെ ഈ ഫീൽഡിൽ ഇട്ടിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഫുൾ ടെക്സ്റ്റ് ഡൗൺലോഡ് ആയി കിട്ടും. ഇതാണ് അത്യാവശ്യം ഒരു 90% മിക്കവാറും ഒക്കെ ഉള്ള ജേണൽ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ആണ് സൈഹബ്. ഇത് എല്ലാ രാജ്യക്കാരും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ആൻ ഇല്ലീഗൽ സൈറ്റ്. അപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് സൈഹബ് എന്ന് പറയുന്നത്. ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈഹബ് നിങ്ങൾ വീട്ടിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ IP അഡ്രസ് സൈഹബ് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി യൂസ് എ ടോർ ബ്രൗസർ. ആദ്യം ഞാൻ മറ്റേ നമ്മുടെ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ ടോർ ബ്രൗസർ യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. എന്നതുപോലെ സൈഹബ് ആക്സസ് ചെയ്യാൻ ടോർ ബ്രൗസർ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ IP മാസ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊന്നായിട്ടായിരിക്കും സൈഹബ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് സൈഹബ് എന്ന് പറയുന്ന സാധനം. എന്നിട്ട് മറ്റൊരു ഇൻഫർമേഷൻ സോഴ്സ് തീസിസുകളാണ്. നിങ്ങൾക്ക് ഡെസർട്ടേഷനോ തീസിസോ ഒക്കെ എഴുതുന്നതിന് മുമ്പ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ മെത്തഡോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വിഷയത്തിലുള്ള തീസിസുകൾ ആദ്യം ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ തീസിസുകൾ മുഴുവൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അവാർഡ് ചെയ്ത തീസിസുകളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ് ശോധ് ഗംഗ. എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ശോധ് ഗംഗ. സ്ക്രീൻ ചെറുതാണ്. ശോധ് ഗംഗ ഉണ്ടോ? ശോധ് ഗംഗയിൽ പോയാൽ മിക്കവാറും ഉള്ള യൂണിവേഴ്സിറ്റിയിൽ അവാർഡ് ചെയ്ത തീസിസിന്റെ ഫുൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടാൻ സാധിക്കും. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. അവരുടെ ടൈറ്റിലൊക്കെ എങ്ങനെയാണ് റിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അവരുടെ മെത്തഡോളജി പാർട്ട് എന്തൊക്കെയാണ്, അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. റിസർച്ച് ഡിസൈൻ എങ്ങനെയാണ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയാല് നിങ്ങൾക്ക് നിങ്ങളുടെ തീസിസിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്കെലട്ടൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് ശോധ് ഗംഗ. തീസിസാ കിട്ടുന്നത്. ഇതിന്റെ ഒരു സിസ്റ്റർ കൺസേൺ ഉണ്ട്, ശോധ് ഗംഗോത്രി എന്ന് പറയുന്ന ഒരു സാധനം. ശോധ് ഗംഗോത്രി നോക്കിയാല് റിസർച്ച് ഇൻ പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ കറന്റ്ലി ഓൺഗോയിങ് റിസർച്ചിന്റെ സിനോപ്സിസ് നിങ്ങൾക്ക് കിട്ടും. സിനോപ്സിസ് കിട്ടിയാൽ പിന്നെ നമുക്ക് എളുപ്പം കോപ്പി അടിക്കാമല്ലോ അല്ലേ. ശോധ് ഗംഗോത്രി നോക്കിയാല് അത് കിട്ടും. അവിടെ പോയിട്ട് നിങ്ങളുടെ കീവേഡ് കൊടുത്താൽ മതി, ശോധ് ഗംഗോത്രി. ഇതാണ് ഇന്ത്യൻ തീസിസുകൾ കിട്ടാനുള്ള ഒരു വഴി. സപ്പോസ് യു വാണ്ട് ടു റീഡ് എ തീസിസ് ഫ്രം ആൻ ഉഗാണ്ടൻ യൂണിവേഴ്സിറ്റി, അതിന് വേറെ സോഴ്സസ് നോക്കണം. അതിന് ഒരു സോഴ്സ് ഞാൻ പറഞ്ഞുതരാം. NDLTD Networked Digital Library of Thesis and Dissertations. NDLTD നോക്കിയാല് ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററീസ് നിങ്ങൾക്ക് കിട്ടും, തീസിസ് റെപ്പോസിറ്ററീസ് കിട്ടും. അവിടെ നിങ്ങൾക്ക് കീവേഡ് കൊടുത്താല് ഇതേപോലെയുള്ള തീസിസുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ തീസിസുമായി ബന്ധപ്പെട്ട്. ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ ഡാർട്ട് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. പിന്നെ ഒരിടത്തും കിട്ടാത്ത തീസിസുകളൊക്കെ നിങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും. അത് പ്രോക്കസ്റ്റ് തീസിസ് ആൻഡ് ഡെസർട്ടേഷൻസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. പ്രോക്കസ്റ്റ് തീസിസ് ആൻഡ് ഡെസർട്ടേഷൻസ്. ഇതിൽ
ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആ ലിങ്കില് കുറച്ച് ക്വസ്റ്റ്യൻസ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് നോക്കിയിട്ട് ഞാനത് പറയാം. അപ്പോ തീസിസ് ആൻഡ് ഡിസർട്ടേഷൻസ് പ്രോക്വസ്റ്റ് ഉണ്ടോ? അത് പെയ്ഡ് ആണ്. അപ്പൊ കേരളത്തിൽ പല യൂണിവേഴ്സിറ്റിയിലും ആക്സസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് എവിടെയാണ് ആക്സസ് ഉള്ളത് അവിടെ പോയിട്ട് ആ തീസിസിൽ ഡൗൺലോഡ് ചെയ്യുക. നല്ല സ്റ്റാൻഡേർഡ് തീസിസ് ഒക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഷോർട്ട് ഗംഗയൊക്കെ നോക്കി ഇന്ത്യയിലെ റിസർച്ചേഴ്സ് ഒക്കെ അല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള തീസിസ് ഒക്കെ പ്രോക്കസ്റ്റ് കിട്ടും. നിങ്ങളൊന്ന് പോയി നോക്കുക നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. ചിലപ്പോൾ പ്രോക്കസ്റ്റിലൊക്കെ ഒരു സെർച്ചിൽ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിന്റെ എല്ലാ ക്വാളിറ്റിയും കൂട്ടാൻ പറ്റുന്ന, നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന തീസിസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുമല്ല ഫോറിൻ യൂണിവേഴ്സിറ്റീസിലെ തീസിസിന്റെ വലിപ്പം ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പ്രോക്കസ്റ്റ് നോക്കിയാൽ മതി. 80 പേജ് 100 പേജൊക്കെയാണ് അവിടത്തെ ഉള്ള തീസിസിന്റെ വലിപ്പം. നമ്മുടെ ഇവിടത്തെ തീസിസ് ഒക്കെ ആണെങ്കിൽ മറ്റേ CIT-കാരൊക്കെ വേണം ചുമന്നുകൊണ്ട് പോകാൻ. അത്രയ്ക്ക് വലിപ്പമുള്ള തീസിസ് ആണ് നമ്മുടെ ഇവിടത്തെ തീസിസ്. അപ്പൊ ഈ പ്രോക്കസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസോഴ്സസ്. പിന്നെ ഇൻഫർമേഷൻ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു 120ഓളം സോഴ്സസ് ഞാനൊരു PPT ആക്കിയിട്ടുണ്ട്. എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. അത് വേണമെങ്കിൽ ഞാൻ ഓർഗനൈസേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റെ ഉണ്ട്, ഞാനത് എല്ലാവർക്കുമായിട്ട് അയച്ചു തരാം. അതായിരിക്കും നല്ലത്. ഇത്രയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ എൻ്റെ സിസ്റ്റം ഇല്ല, അതുകൊണ്ട് എനിക്ക് അധികം കാര്യങ്ങൾ ലൈവ് കാണിക്കാൻ പറ്റില്ല. പറ്റുന്നതെല്ലാം നന്നായിട്ട് മിസ് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെന്താ Q&A എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. എല്ലാവരും കൂടെ സംസാരിച്ചാൽ ചിലപ്പോൾ അത് ബോറിംഗ് ആവും. അപ്പോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ടൈപ്പ് ചെയ്യാം. പിന്നെ അല്ല വേറെ നേരിട്ട് ചോദിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ രേണുസെ അല്ലെങ്കിൽ അജീഷ് സാർ എങ്ങനെയാന്നുള്ള ചോദിച്ചാൽ പറയാം. ഇല്ല സാറേ, ടൈപ്പ് ചെയ്യട്ടെ സാറേ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ, ഞാൻ ആൻസർ പറയാം. ഇത് ഞാൻ വളരെ കൺജസ്റ്റഡ് ആയിട്ട് എടുത്ത ടോപ്പിക്കാണ് കേട്ടോ. സെർച്ചിങ് മാത്രം, ഒരു കമ്പോണന്റ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വിശദമായിട്ട് എടുത്തിട്ടുമില്ല. ജസ്റ്റ് അങ്ങനെ സ്പീഡിന് എന്തൊക്കെയാണെന്നുള്ള കോർ കമ്പോണൻസ് മാത്രം പറഞ്ഞു പോയതാണ്. സാധാരണ ലൈവായിട്ട് സെഷൻസിൽ എല്ലാം കാണിച്ചു പോകലാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ എന്ന് എനിക്കൊരു ഇതുണ്ട്. അപ്പൊ ഇതിൽ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൽ ഞാൻ പറയാം, അതിന്റെ ആൻസർ പറയാം. ഡോക്ടർ അഫ്സീർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ഗൂഗിൾ എന്താണ്? അഫ്സീർ സർ ഈസ് ഫ്രം ദുബായ്. ഹി ഈസ് വർക്കിംഗ് ഇൻ ദുബായ്. ഓക്കെ. ഡോക്ടർ അഫ്സീർ ചോദിച്ചിരിക്കുന്നത്, ഇൻ ഗൂഗിൾ സ്കോളർ മൈ പ്രൊഫൈൽ ക്രിയേഷൻ, വാട്ട് ഇഫ് വി ചേഞ്ച് ദ ഡൊമൈൻ ഇമെയിൽ ID when we change our job or organization in future? ഞാനതൊന്ന് റെഫർ ചെയ്ത് പറയാം. അത് കൃത്യമായിട്ട് എനിക്ക് ആൻസർ അറിയില്ല. നോർമലി മറ്റുള്ള നമ്മുടെ ഈ ഓർക്ക് ID-യും റിസർച്ചർ ID ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ല. ഗൂഗിൾ സ്കോളറിലേക്ക് അത് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കണം. നോർമലി റിസർച്ചർ ID, ഓർക്ക് ID ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും പ്രശ്നം വരില്ല. നിങ്ങളുടെ എല്ലാ സ്കോളർലി വർക്കെല്ലാം അവിടെ കാണും. ഗൂഗിൾ സ്കോളറിൽ എങ്ങനെയാണെന്നുള്ള എനിക്ക് നോക്കണം. ഞാൻ നോക്കി പറയാൻ, ഞാൻ ആൻസർ ചെയ്തോളാം. Then for literature review, which site will be good? ആക്ച്വലി ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്. ലിറ്ററേച്ചർ റിവ്യൂ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനാണ് ഈ ആക്ച്വലി ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നത്. അതിന് ഏത് സോഴ്സും നിങ്ങൾക്ക് പരിഗണിക്കാം. എല്ലാ സോഴ്സും നോക്കണമെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സോഴ്സസ് നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി, ടെർഷറി, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്, ദെൻ ഇൻഡിവിജ്വൽ സോഴ്സസ്, ഇതെല്ലാം നോക്കണം. പ്രധാനമായിട്ട് നോക്കാനുള്ളത് അക്കാഡമിക് ഡാറ്റാബേസുകളാണ്. അക്കാഡമിക് ഡാറ്റാബേസുകൾ നമ്മൾ ആ കൊമേഴ്സിന്റെ നമ്മൾ ആ വെബ്സൈറ്റ് എടുത്ത് കണ്ടു, അല്ല വെബ് പേജ് എടുത്ത് കണ്ടു. അവിടെ തന്നെ ഓരോന്നിന്റെയും കോർ ജേർണൽസ് ഉണ്ട്, കോർ ഡാറ്റാബേസസ് ഉണ്ട്, അതിലെല്ലാം പോയി ചെയ്യണം. പിന്നെ ഡിസ്കവറി സർവീസസ് എന്ന് പറയുന്ന ഒരു സർവീസസ് ഉണ്ട്, പല യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുണ്ട്. നിങ്ങൾ ആ ഡിസ്കവറി സർവീസിൽ സെർച്ച് ചെയ്താല് ഒരു സിംഗിൾ സെർച്ചിൽ തന്നെ എല്ലാ ഡാറ്റാബേസിൽ നിന്നും ജേർണൽസിൽ നിന്നുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുതരും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ബാംഗ്ലൂരിലെ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിക്കാരുടെ JGate+ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, JGate+. അത് അത്യാവശ്യം എല്ലാ ഡിസിപ്ലിനുള്ള ജേർണൽസ്, ബുക്സ് ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു കീവേഡ് കൊടുത്താൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും.
അത് നിങ്ങൾക്ക് ലിറ്ററേച്ചർ റിവ്യൂവിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഒരു ടൂളാണ്. പല ടൂളുകളുണ്ട്, എല്ലാ ടൂളുകളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓരോ ടൂളും ഓരോ ഔട്ട്പുട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട. ദെൻ ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ടേണിറ്റിൻ സോഫ്റ്റ്വെയർ ആൻഡ് ഉർക്കുൺ പ്ലാജിയറിസം സോഫ്റ്റ്വെയർ. അത് വേറൊരു സബ്ജക്റ്റ് ആണ്. വിച്ച് വൺ ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് ഓതന്റിക്? ടേണിറ്റിനും പിന്നെ ഐതന്റിക്കേറ്റും ആണ് മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ളത്. ഉർക്കുണ്ട് ഒരു സ്വീഡിഷ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഉർക്കുണ്ടാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ സിമിലാരിറ്റീസ് ഒരുപാട് വ്യത്യാസം കാണിക്കാറുണ്ട്. എഫക്റ്റീവും ഓതന്റിക്കും അത് പറയാൻ പറ്റില്ല. കാര്യം ഇന്ത്യൻ തീസിസുകളിൽ നിന്നുള്ള കണ്ടന്റ് കൂടുതൽ നിങ്ങൾ കോപ്പി അടിച്ച ഒരു ഇതാണെങ്കിൽ ചിലപ്പോൾ ഉർക്കുണ്ട് കൂടുതൽ ഇത് കാണിക്കാറുണ്ട്, ടേണിറ്റിൻ കുറച്ചേ കാണിക്കാറുള്ളൂ. പിന്നെ ടേണിറ്റിൽ നോക്കുമ്പോൾ മിക്കവാറും ഒക്കെ സിമിലാരിറ്റി ഇൻഡെക്സ് കൂടുതലാണ് ടേണിറ്റിൻ ക്യാപ്ചർ ചെയ്യുന്നത്. ഉർക്കുണ്ട് കുറച്ചാണ് ക്യാപ്ചർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. കൃത്യമായി അതിനെപ്പറ്റിയുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ള ആൻസർ. ദെൻ ഈ സബ്ജക്ട് ക്ലാസിഫിക്കേഷൻ അവൈലബിൾ ഓൺലൈൻ ഓർ അതർ ദാൻ ഗോയിങ് ടു ലൈബ്രറി? സെർച്ച് ചെയ്താൽ മതി, കുറെയൊക്കെ കിട്ടും. അതിന്റെ മെയിൻ ഷെഡ്യൂൾസ് ഒക്കെ കിട്ടും. സബ് ഡിവിഷൻസ് കിട്ടാൻ പാടാണ്. സബ് ഡിവിഷൻസ് വേണമെങ്കിൽ സ്കാൻ ഇന്ന് ആരൊക്കെ സ്കാൻ ചെയ്ത് എന്റെ വാട്സാപ്പ് ഇട്ടിട്ടുണ്ട്, അയച്ചു തരാം. ഓക്കെ. ദെൻ ഹൗ വി ക്യാൻ ഗെറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഡീറ്റെയിൽസ്? അത് രണ്ട് പ്രോഡക്റ്റ് ഞാൻ പറയാം. ഇന്ത്യ സ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയുടെ ഇന്ത്യ ടൈം സീരീസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ കമ്പോണന്റ് വില കൊടുത്ത് മേടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഡാറ്റ മേടിക്കണമെങ്കിൽ 2000 രൂപ എങ്ങാണ്ട് കൊടുത്താൽ മതി. എഡ്യൂക്കേഷണൽ ഡാറ്റ കൊടുക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് പൈസ കൊടുത്താൽ മതി. അത് നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുക. അല്ലെങ്കിൽ ഏതർ യു ഗോ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ ദീസ് ഡാറ്റാബേസസ് ആർ ആക്സസ്ഡ്. ഫോർ എക്സാമ്പിൾ CDS ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, മിക്കവാറും യൂണിവേഴ്സിറ്റിയിലെല്ലാം ഇന്ത്യ സ്റ്റാറ്റ് ഉണ്ട്, അവിടെ പോവുക. ദെൻ ക്യാൻ സൈഹബ് ബി യൂസ്ഡ് ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്? ആക്ച്വലി സൈഹബ് എന്ന് പറയുന്നത് ഏത് ജേർണൽ ആർട്ടിക്കിൾസും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഏത് സബ്ജക്റ്റിലെയും ആർട്ടിക്കിൾസ് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സൈറ്റ് ആണ്. സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാം. അതിൽ റിസർച്ച് ഒന്നും ക്യാൻ ബി യൂസ്ഡ് ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചിന് ഒന്നും സഹായിക്കുന്നില്ല. റിസർച്ചിന് നിങ്ങളെ സഹായിക്കുന്ന ജേർണൽ ആർട്ടിക്കിൾസോ അങ്ങനെയുള്ള അക്കാഡമിക് അക്കാഡമിക് ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കുന്ന സൈറ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വൈൽ ഫ്രെയിമിങ് എ റിസർച്ച് ടൈറ്റിൽ? അതെന്താ, അതൊക്കെ വിശദമായിട്ട് മെത്തഡോളജി പഠിക്കേണ്ടതാണ്. ഞാനത് എങ്ങനെ അതിലേക്ക് എത്താന്നുള്ള കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. ടൈറ്റിൽ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് നമുക്ക് വേറൊരു സെഷനിൽ പറയുന്നതായിരിക്കും നല്ലത്. ഓരോ ടോപ്പിക് ഓരോ വിഷയത്തിനും അത് മാറി മാറി വരില്ലേ, അത് പിന്നീട് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ നോക്കുക, എന്താണ് റിസർച്ച് പ്രോബ്ലം എന്താണ്, ദെൻ വേരിയബിൾസ് എന്താണ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വായിച്ചാല് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് പിടികിട്ടും. കൊമേഴ്സ് ആകുമ്പോൾ ഡോക്ടർ S. കെവിന്റെ റിസർച്ച് മെത്തഡോളജി ഇൻ സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. അതൊന്ന് വായിച്ചു നോക്കുക, നല്ലൊരു ബുക്കാണ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. വിശദമായിട്ട് നമുക്കത് മെത്തഡോളജി ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നല്ലത്. ദെൻ can we give all the literature review searched as our reference? കൊടുക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. ആക്ച്വലി റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തുന്നതിനാണ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നത്. അത് നിങ്ങൾ 10 ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയാലും പ്രശ്നമില്ല, ഗ്യാപ്പ് കിട്ടണമെങ്കിൽ അത്രയും മതി. 100 എണ്ണം നടത്തി ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യണം. പിന്നെ റിസർച്ച് ഗ്യാപ്പ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ എന്താണ് ഇവാലുവേഷൻ റിപ്പോർട്ട്സിലൊക്കെ സാധാരണ കാണാറുള്ളത്, നമ്മൾ 2020 തീസിസ് സബ്മിറ്റ് ചെയ്തെങ്കിൽ ഒരു 2015 മുതലുള്ള ലിറ്ററേച്ചർ റിവ്യൂ കൂടുതൽ പ്രൊഡോമിനന്റ് ആയിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇവാലുവേറ്റേഴ്സ് നോക്കാറുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ടൈപ്പ് ഓഫ് റിസർച്ച് ആർട്ടിക്കിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ. അത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക് ആണ്. സിസ്റ്റമാറ്റിക് റിവ്യൂ, മെറ്റാ അനാലിസിസ്, ദെൻ റിസർച്ച് കമ്മ്യൂണിക്കേഷൻ, ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ബുക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ആ കമ്പോണൻസ് ഒക്കെ വിശദമായി പറയേണ്ടതാണ്. ആർലീൻ ഫിങ്കിന്റെ ഹൗ ടു ഡു എ ലിറ്ററേച്ചർ റിവ്യൂ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആർലീൻ ഫിങ്ക്, എനിക്കൊന്ന് മെയിൽ അയച്ചാൽ ഞാൻ എന്നെ സോഫ്റ്റ് കോപ്പി അയച്ചു തരാം. അത് നോക്കിയാൽ ലിറ്ററേച്ചർ റിവ്യൂവിന്റെ A to Z നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേറൊരു സെഷൻ എടുക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലേക്ക് അതിലേക്ക് കടക്കാത്തത്. ദെൻ ഹൗ ഡു ഡാർക്ക് വെബ് ഹൈഡ് ഇൻ അക്കൗണ്ടിങ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഹൗ ഡു ഡാർക്ക് വെബ് ഹൈഡ് ഇൻ അക്കൗണ്ടിങ്?
ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിശദീകരിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. ഡാർക്ക് വെബില് അക്കൗണ്ടിങ് ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ പിടിയിട്ടിട്ടില്ല. മിക്കവാറും ഹെൽപ്പായിരിക്കും ഉദ്ദേശിച്ചത്. എങ്ങനെ? മിക്കവാറും ഹെൽപ്പ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്, ഹൈഡ് ആവത്തില്ല. ഹൗ ഡു ഡാർക്ക് വെബ് ഹെൽപ്പ് ഇൻ അക്കൗണ്ടിങ്? നിങ്ങൾ നോക്കുക, പല കമ്പനി ഡാറ്റയും ഡാർക്ക് വെബിൽ ആക്സസിബിൾ ആണ്. പല നിങ്ങൾക്ക് അനോണിമസ് ആയിട്ടൊക്കെ പോയി പല എന്താണ് കമ്പനി റിപ്പോർട്ട്സ്, ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ ഡാർക്ക് വെബിൽ നിങ്ങൾക്ക് കിട്ടും. ചുരുങ്ങിയ പൈസയൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഫ്രീ ആയിട്ടും പലതും കിട്ടാറുണ്ട്. ക്വസ്റ്റ്യൻ അതാണെങ്കിൽ ആൻസർ അതാണ്. ദെൻ ഹൗ ടു യൂസ് ടോർ ബ്രൗസർ. ടോർ ബ്രൗസർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടോർ ബ്രൗസർ എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ വെബ് പേജിലേക്ക് പോകാം. ടോർ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യാം. ടോർ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് വാട്ട്സ് മൈ IP എന്ന് സെർച്ച് ചെയ്യുക. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. വാട്ട്സ് മൈ IP എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കണക്ഷന്റെ IP എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് വരും. 122.119.1.2 എന്ന് പറഞ്ഞ ഒരെണ്ണം വരും. അത് കുറിച്ച് വെക്കുക. നിങ്ങൾ ടോർ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തിട്ട് ടോർ ബ്രൗസറിന്റെ വിൻഡോയിൽ പോയിട്ട് വാട്ട്സ് മൈ IP എന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു IP നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ടോർ ബ്രൗസർ നിങ്ങളുടെ IPയെ അനോണിമസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ എന്താണ് പ്രൈവസിയെ കാത്തു സൂക്ഷിക്കുക. അതാണ് ഈ ടോർ ബ്രൗസർ ചെയ്യുന്നത്. ദെൻ ഹൗ ടു ക്രിയേറ്റ് ഗൂഗിൾ സ്കോളർ പ്രൊഫൈൽ. നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ID വേണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ. ഫോർ എക്സാമ്പിൾ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആണ്. അപ്പോൾ jasim@ststephens.net.in എന്ന് പറയുന്ന ഇമെയിൽ ID എനിക്ക് വേണം. ഈ ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോളേജിലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആളിന്റെ പറഞ്ഞാൽ മതി. കോളേജ് വെബ് അഡ്മിന്റെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സ്കോളറിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായും ഗൂഗിൾ സ്കോളർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സ്കോളർ എടുത്തിട്ട് ജാസിമുദ്ദീൻ എസ് എന്ന് സെർച്ച് ചെയ്താൽ എന്റെ പ്രൊഫൈൽ കിട്ടും. ഞാൻ 2012 വരെ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സ് ഒന്നും ഗൂഗിൾ സ്കോളറിൽ ഇട്ടിട്ടില്ലായിരുന്നു. 12ന് ശേഷം എല്ലാം അപ്ലോഡ് ചെയ്തു. ഇപ്പൊ എനിക്ക് ഏകദേശം 50-60 സൈറ്റേഷൻ കിട്ടി. H-index 3 ആയി. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് മറ്റുള്ള ആൾക്കാർക്ക് വിസിബിൾ ആവും. അവര് നമ്മുടെ വർക്ക് സൈറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ എന്താണ് സ്കോളർലി ആയിട്ടുള്ള പേഴ്സണാലിറ്റി കൂടുതൽ കിട്ടും. അതാണ് ഈ ഗൂഗിൾ സ്കോളർ പ്രൊഫൈല് നിങ്ങളെ സഹായിക്കുന്നത്. നാക്കുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ റിസർച്ച് സ്കോളേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ ഗൂഗിൾ സ്കോളർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ H-index കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് H-index നോക്കിയാൽ എല്ലാ അധ്യാപകരുടെയും സ്കോളർ മറ്റേ വർക്ക് അങ്ങോട്ട് ആഡ് ചെയ്താൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ H-index കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു മെട്രിക്സ് ആണ്. എത്ര റിസർച്ച് ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് അത് കണക്കാക്കുന്നത്. സെന്റ് തോമസ് കോളേജ് തൃശ്ശൂരിന്റെ നോക്കിയാൽ മതി. അതൊരു എക്സാമ്പിൾ ആണ്. നൈസ് സെഷൻ സർ. ഓക്കെ. Then is it possible to upload a purpose in Google Scholar or it is through the journals in which our articles are published? മറ്റേ ഗൂഗിള് അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തോളും. വെബില് നമ്മുടെ പേപ്പർ വന്നാൽ മതി, ഗൂഗിള് അത് ഇൻഡെക്സ് ചെയ്ത് എടുത്തോളും. അങ്ങനെ ഇൻഡെക്സ് ചെയ്ത് എടുത്തില്ല എങ്കിൽ ഗൂഗിൾ സ്കോളറിൽ നമുക്ക് പോയിട്ട് നമുക്ക് മാനുവൽ ആയിട്ട് അത് എൻറ്റർ ചെയ്യാൻ പറ്റും. എൻറ്റർ ചെയ്താൽ ഗൂഗിൾ സ്കോളർ അത് ആഡ് ചെയ്തോളും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിന്റെ റെപ്പോസിറ്ററീസ്, ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററീസിൽ അപ്ലോഡ് ചെയ്താൽ ഗൂഗിൾ എടുത്തോളും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ഇട്ടിട്ട് പബ്ലിഷ് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. വെബ് പബ്ലിഷിംഗ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ academia.edu അല്ലെങ്കിൽ റിസർച്ച് ഗേറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് കൊടുക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. Any more questions? How can we measure the citation of own article? Citation നിങ്ങളുടെ ഗൂഗിൾ സ്കോളറിൽ നോക്കിയാൽ നമ്പർ ഓഫ് സൈറ്റേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വെബ് ഓഫ് സയൻസിലോ സ്കോപ്പസിലോ ഒക്കെ പോയാൽ നിങ്ങളുടെ ആർട്ടിക്കിളിന്റെ സൈറ്റേഷൻ കിട്ടും. എത്ര പേര് സൈറ്റ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. വെബ് ഓഫ് സയൻസ്, സ്കോപ്പസ് അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളർ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എത്ര സൈറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും? Questions?
Sir, one more question, sir. Sampana Sri Lakshmi. കണ്ടില്ലല്ലോ, ഇവിടെ വന്നിട്ടില്ല. സാറ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? Question. She asked about how to create institutional login ID in Google Scholar. Actually, just request the college admin, website admin, to create an institutional email ID for you. For example, in my college, I requested the college admin to create a institutional email ID for me, and he created jasim@ststephens.net.il. അത് അവർക്ക് പറ്റും, അവരടുത്ത് പറഞ്ഞാൽ മതി. Okay, sir. Okay, sir. She is satisfied with the answer. So. Okay, fine. And the outside candidates ഉണ്ടെങ്കിൽ, if you come across any doubts, please mail me or just call me. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇംഗ്ലീഷിൽ വേറൊരു സെഷൻ ഞാൻ എടുത്തുതരാം. ഇങ്ങനെ വെളിയിൽ ആർക്കെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ. I think around 10 participants were from outside Kerala. Andhra. Okay, okay. Okay. If they want, I can organize another session for them, exclusively for them. Sir, avarte choichittu parnja madi. Yes, sir. We can plan it. So we are now coming to the end of the session.